പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നവംബർ 13 ബുധനാഴ്ച വീണ്ടും നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നെന്താണ് പ്രത്യേക വാർത്ത? പത്രത്തിന്റെയും ഫ്രണ്ട് പേജിൽ കൊടുത്തേക്കുന്ന വഖഫ് ഭൂമി നിയമനത്തിന് മുൻകാല പ്രാബല്യമില്ല. ഹൈക്കോടതിയുടെ നിർണായക വിധി വന്നിട്ടുണ്ട്. നിലവിലെ ഉടമസ്ഥരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് ഭൂമി പിടിച്ചെടുക്കാനുള്ള വഖഫ് ബോർഡിന്റെ നീക്കങ്ങൾ തിരിച്ചടിയായി ഹൈക്കോടതി വിധി. വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ ഭൂമി കൈവശം വെച്ചാൽ കയ്യേറ്റക്കാരായി കാണണമെന്നും 2 വർഷം വരെ തടവ് ശിക്ഷിക്കണമെന്നുമാണ് വ്യവസ്ഥ ചെയ്യുന്നത്. അത് വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ ഭൂമി കൈവശം വെക്കുകയാണെങ്കിൽ അവരെ 2 വർഷം തടവിന്, അവരെ കുറ്റക്കാരായിട്ട് കാണുകയും വേണം, 2 വർഷം തടവിന് ശിക്ഷിക്കാനുമാണ് ഹൈക്കോടതിയുടെ വിധി എന്ന് പറയുന്നത്. 2013 വഖഫ് 52A ഭേദഗതി മുൻകാല പ്രാബല്യമല്ലെന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി. മുനമ്പത്തെ വഖഫ് തർക്കം നിലവിലെ അവകാശികൾക്ക് അനുകൂലമായി പരിഹരിക്കാൻ സർക്കാരിന് ഈ വിധി പിടിവള്ളിയാകും. അതെ, ഇന്നലെ പിണറായി വിജയനും പറഞ്ഞായിരുന്നു മുനമ്പം ഭൂമി ബന്ധപ്പെട്ട ആൾക്കാരെ ഇറക്കി വിടില്ല എന്നുള്ള കാര്യങ്ങൾ. അതായത് അവർക്ക് അനുകൂലമായ രീതിയിൽ സർക്കാർ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു ഇതിലും വന്നപ്പോഴാണ് ഇപ്പം കോടതി പുതിയ വിധി കൊണ്ടുവന്നിരിക്കുന്നത്. വഖഫ് ഭേദഗതി മുൻകാല പ്രാബല്യം, അതായത് നിയമ ഭേദഗതി പ്രാബല്യത്തിന് വരുന്നതിന് മുൻപ് തന്നെ ഭൂമി കൈവശം പ്രോസിക്യൂട്ട് ചെയ്യാമെന്ന് 52A വകുപ്പിൽ പറയുന്നില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഈ വകുപ്പ് അനുസരിച്ച് കേസെടുത്ത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തപാൽ വകുപ്പിലെ കോഴിക്കോട് ഡിവിഷൻ സീനിയർ സൂപ്രണ്ട് മേരിക്കുന്ന് സബ് പോസ്റ്റ് മാസ്റ്റർ എന്നിവരാണ് ഹർജി നൽകിയത്. മേരിക്കുന്ന് പോസ്റ്റ് ഓഫീസിൽ പ്രവർത്തിക്കുന്ന കെട്ടിടവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസുള്ളത്. അപ്പോൾ JDT ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റി സെക്രട്ടറിയുമായ തപാൽ വകുപ്പ് 2000 ഏപ്രിലാണ് പാട്ടക്കരാറ് ഒപ്പുവെച്ചത്. 1999 ഒക്ടോബർ 1 മുതൽ 2004 സെപ്റ്റംബർ 30 വരെ പ്രാബല്യത്തോടെയായിരുന്നു കരാറ് ഉണ്ടായിരുന്നത്. കാലാവധി നീട്ടാനും വ്യവസ്ഥയുണ്ടായിരുന്നു. കരാർ കാലാവധി തീരും മുമ്പ് ഇവിടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നെന്ന് കമ്മിറ്റി അറിയിച്ചതിനെ തുടർന്ന് JTD ഇസ്ലാം ഓർഫനേജ് കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു സ്ഥലത്തേക്ക് പോസ്റ്റ് ഓഫീസ് മാറ്റി 2005 കരാറുണ്ടാക്കി. 5 വർഷത്തേക്കുള്ള ഈ കരാറിന്റെ കാലാവധി നീട്ടാൻ വ്യവസ്ഥയുമുണ്ടായിരുന്നു. അപ്പം ഇതിനിടെ കയ്യേറ്റം ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് 2016 ഫെബ്രുവരി 22 തപാൽ വകുപ്പിന് നോട്ടീസ് നൽകി. തപാൽ വകുപ്പിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ബോർഡും 2017 കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിനെ സമീപിച്ചു. 48 ദിവസത്തിനുള്ളിൽ കെട്ടിടം ഒഴിയണമെന്ന് 2018 വഖഫ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. ഇതിനിടെ 52A വകുപ്പ് പ്രകാരം നടപടി ആവശ്യപ്പെട്ട് വഖഫ് ബോർഡ് നൽകിയ പരാതിയിൽ കോഴിക്കോട് മജിസ്ട്രേറ്റ് കോടതി തപാൽ ജീവനക്കാർക്ക് സമൻസ് അയച്ചു. തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചതും ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവിറക്കിയതും. അപ്പോൾ എന്തായാലും വഖഫ് ഭൂമിയിൽ മുൻകാല പ്രാബല്യമില്ലെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ അമിത്ഷാ കുറേ 2-3 ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായിട്ട് പരിപാടിയിൽ യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഓരോ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം ഓരോ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് പറഞ്ഞിരിക്കുന്നത് വഖഫ് ബോർഡ് ഭൂമി തട്ടിയെടുക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതുപോലെ വഖഫ് നിയമ ഭേദഗതി പാസ്സാക്കും, ആർക്കും അത് തടയാനാവില്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ജാർഖണ്ഡിലെ ബഗാമര റാലിയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോഴാണ് വഖഫ് ഭൂമിയുടെ കാര്യം പറഞ്ഞത്. ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത് തടയാൻ ആർക്കും കഴിയില്ലെന്നും ഗോത്രവർഗക്കാരെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും ഉറപ്പ് നൽകി. അതായത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നത് ആർക്കും തടയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല ഗോത്രവർഗക്കാരെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. വഖഫ് ബോർഡിന് ഭൂമി തട്ടിയെടുക്കുന്ന സ്വഭാവമുണ്ട്. കർണാടകത്തിൽ അവർ ഗ്രാമീണരുടെ സ്വത്തുക്കൾ വിഴുങ്ങി. ക്ഷേത്രങ്ങളുടെയും കർഷകരുടെയും ഗ്രാമവാസികളുടെയും ഭൂമി തട്ടിയെടുത്തു. മുഖ്യമന്ത്രി ഹേമന്ത് സോറനും രാഹുൽ ഗാന്ധിയും വഖഫ് ബോർഡിലെ മാറ്റങ്ങളെ എതിർക്കുന്നു. വഖഫ് നിയമം ഭേദഗതി ചെയ്യാനുള്ള ബിൽ BJP പാസ്സാക്കും, ആർക്കും തടയാൻ കഴിയില്ല. അപ്പം വഖഫ് ബോർഡ് ഭേദഗതി ചെയ്യാനുള്ള ബില്ല് BJP പാസ്സാക്കുമെന്നും അത് ആർക്കും തടയാൻ കഴിയില്ല എന്നുമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. എന്താണല്ലേ പുള്ളി ഒരു കാര്യം പറയുന്നു, സുപ്രീം കോടതിയുടെ വിധി പറയുന്നു, അദ്ദേഹം പറയുന്നു ഭേദഗതി വരുത്തും എന്നാണ്, ചെയ്യാനുള്ള ബില്ല് BJP പാസ്സാക്കും, അതിനെ ആർക്കും തടയാനൊന്നും കഴിയില്ല എന്ന് അമിത്ഷായും പറയുന്നു. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം. ഓക്കെ.
അടുത്തൊരു ന്യൂസും കീടനാശിനിയിൽ കുളിച്ച പച്ചക്കറിയും പഴങ്ങളും. ക്യാൻസർ ഉൾപ്പെടെ വെല്ലുവിളി. 3 പഴവർഗ്ഗങ്ങളിലും കീടനാശിനി കൂടുതൽ. 50 ലക്ഷം പേർക്ക് ക്യാൻസർ സാധ്യത. അതായത് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ പിടിമുറുക്കുമ്പോൾ മലയാളി കഴിക്കുന്ന പച്ചക്കറികളിൽ 13.33% വിഷമായം. 23 പച്ചക്കറികളിലും 3 പഴവർഗ്ഗങ്ങളിലും ക്രമാതീതമായി കീടനാശിനി കണ്ടെത്തിയിട്ടുണ്ട്. 23 പച്ചക്കറികളിലും 3 പഴവർഗ്ഗങ്ങളിലും. വിഷാംശം കണ്ടെത്താനുള്ള പരിശോധനകൾ നടത്തുമ്പോഴും പല വഴികളിലൂടെ വിഷം നിറഞ്ഞ പച്ചക്കറികൾ എത്തും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറികളിലും പഴങ്ങളിലും മാത്രമല്ല ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നവയിലും അമിതമായി കീടനാശിനിയുണ്ട്. കീടനാശിനി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പച്ചക്കറി വിഷാംശമുള്ളത്. ഇപ്പൊ നമ്മള് കടയിൽ പോയിട്ട് ഈ നമ്മൾ ആപ്പിൾ വാങ്ങിക്കില്ലേ, ആപ്പിൾ വാങ്ങിച്ചിട്ട് നമ്മൾ ജസ്റ്റ് എന്താ നമ്മൾ കഴുകി അങ്ങനെ കഴിക്കില്ല, തൊലി ചെത്തി കളയാറില്ലല്ലോ. ജസ്റ്റ് നമ്മൾ ആപ്പിൾ എടുത്തിട്ട് ഒരു സ്പൂൺ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടി നോക്കിയാൽ മതി, തൊലി അല്ല അതിനകത്തുനിന്ന് മെഴുക് വരുന്നത് കാണാം. അപ്പൊ ഞങ്ങൾ ഈ ഇടയ്ക്ക് അങ്ങനെ വാങ്ങിച്ച് ജസ്റ്റ് ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കിയതാ. അപ്പൊ നോക്കിയപ്പോ ഉണ്ട് അതിനകത്തുനിന്ന് ആ തൊലിയിൽ നിന്ന് മെഴുക് ഇളകി വരുന്നത് കണ്ടു. അപ്പൊ നമ്മള് തൊലി ചെത്തി കഴിക്കുന്ന, പക്ഷെ തൊലിയിലാണ് വിറ്റമിൻ ആണെന്ന് എല്ലാരും പറയുന്നത്. പക്ഷെ ഇപ്പൊ വരുന്ന ആപ്പിളിൽ തൊലി കഴിച്ചാല് മെഴുകും കൂടി ഉള്ളിൽ പോകും. അപ്പം കീടനാശിനിയാണ് പഴങ്ങളിലും പച്ചക്കറിലും ഒക്കെ കൂടുതൽ ഉപയോഗിക്കുന്നതിന്റെ വിഷമയം കാണുന്നത്. ജീവിതശൈലി രോഗങ്ങൾ പ്രതിരോധിക്കാൻ ആരോഗ്യവകുപ്പ് അടുത്തിടെ നടത്തിയ പരിശോധനയിൽ 50 ലക്ഷം പേരിൽ 1,10,781 പേർക്ക് ക്യാൻസർ സാധ്യത കണ്ടെത്തിയിരുന്നു. രാസപദാർത്ഥങ്ങൾ നിറഞ്ഞ ഭക്ഷ്യസാധനങ്ങൾ ക്യാൻസറിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നായി ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. രാസപദാർത്ഥങ്ങൾ നിറഞ്ഞ ഭക്ഷണ സാധനങ്ങൾ, അതെ, നമ്മുടെ ഈ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളാണ് ക്യാൻസർ ഉണ്ടാക്കുന്നതെന്നും പറയുന്നുണ്ട്. ഈ വർഷം ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച 195 സാമ്പിളുകൾ വെള്ളായണി കാർഷിക കോളേജിലെ ലാബിൽ പരിശോധിച്ചത്. ഇതിലാണ് 23 പച്ചക്കറികളിലും 3 പഴവർഗ്ഗങ്ങളിലും അമിത കീടനാശിനി കണ്ടെത്തിയത്. ബാക്കി 169 എണ്ണം കീടനാശിനി സാന്നിധ്യം ഇല്ലാത്തവയോ അനുവദനീയമായ അളവിലോ ആയിരുന്നു. അപ്പൊ 23 പച്ചക്കറികളിലും 3 പഴവർഗ്ഗങ്ങളും. ഏതൊക്കെ അമിത വിഷം കലർന്നവയാണ്? നമ്മുടെ തക്കാളി, പാവയ്ക്ക, ചുരയ്ക്ക, ക്യാപ്സിക്കം, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, നെല്ലിക്ക, പച്ചമുളക്, കോവയ്ക്ക, നാരങ്ങ, പച്ചമാങ്ങ, വെള്ളരി, വെള്ളം, പടവലം, തക്കാളി എന്നിവ പച്ചക്കറികളും പേരയ്ക്ക, തണ്ണിമത്തൻ, ഗ്രീൻ ആപ്പിൾ എന്നീ പഴങ്ങളും. ഇപ്പൊ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്ന സാധനങ്ങളിലാണ് വിഷാംശം കൂടുതലുള്ളത്. തക്കാളി, ഇപ്പൊ നമ്മൾ തക്കാളി ഇടാതെ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ പച്ചമാങ്ങ ഇഷ്ടമില്ലാത്ത ആരും കാണത്തില്ല. പിന്നെ നമ്മൾ കടയിൽ ചെന്നാലും ആദ്യം എല്ലാവരും ചോദിക്കുന്നത് ആപ്പിൾ വേണോ എന്ന്. ആപ്പിൾ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷൻ ഓറഞ്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷൻ തണ്ണിമത്തനായിരിക്കും. പിന്നെ പേരയ്ക്ക വളരെ റയർ ആയിരിക്കും, ഭയങ്കര വലിപ്പമുള്ള പേരയ്ക്ക. ഒരെണ്ണം തന്നെ 2-3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഈ പണ്ടത്തേന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് വെച്ചാൽ ഒരുപാട് വലിപ്പം ഇല്ലല്ലോ. ഇതെന്ന് വെച്ചാൽ നല്ല വലിപ്പമാണ്, അത് ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ വക പച്ചക്കറികളിലും പഴങ്ങളിലുമാണ് കൂടുതലും വിഷാംശം ഉള്ളത്. അപ്പൊ അപകടകാരികളായ കീടനാശിനികൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. അതായത് ഇങ്ങനെ പണ്ടെന്ന് വെച്ചാൽ നമ്മള് ജൈവവളങ്ങളായിരുന്നു ഉപയോഗിക്കുന്നത്. ഇപ്പം രാസവളങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് വിഷാംശം കൂടുന്നത്. പിന്നെ പഴുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരുന്നുകളും കുത്തിവെക്കാറുണ്ട്. കാരണം സീസൺ അഴുക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. സീസൺ ആവുന്നതിന് മുമ്പ് വിറ്റ് പോകണമല്ലോ എന്നോർത്ത് നമ്മൾ മരുന്നുകളൊക്കെ കുത്തിവെച്ചതിനെ പഴുപ്പിച്ചെടുക്കാറുണ്ട്. അപ്പൊ അതൊക്കെ മൂലമാണ് കീടനാശിനികൾ ഉണ്ടാകുന്നത്. അപ്പൊ ഈ കീടനാശിനിയിൽ പച്ചക്കറിയും പഴങ്ങളും എല്ലാം ഉൾപ്പെടുന്നുണ്ട്. അത് ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്കാണ് കാരണമാവുന്നത്. അപ്പൊ നമ്മുടെ വെളിയിൽ നിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിനകത്തും അമിതമായിട്ടുള്ള കീടനാശിനി ഉണ്ടെന്നാണ് റിപ്പോർട്ട്. പുറത്തുനിന്നും ഉണ്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നവയിലും ഉണ്ട് എന്നാണ് ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഓക്കെ, ഇനി ഇടിമിന്നൽ വരുമ്പോൾ പിടി വരുമോ? അതായത് ഒരു ഗവേഷണം നടത്താൻ പോവുകയാണ് ഇടിമിന്നലിനെ കുറിച്ച്. ഇടിമിന്നൽ പേമാരി നിയന്ത്രണത്തിന് പഠനത്തിനൊരുങ്ങാൻ ശാസ്ത്രജ്ഞർ. പേമാരി, ഇടിമിന്നൽ, ആലിപ്പഴ വർഷം, മൂടൽമഞ്ഞ് തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ ശാസ്ത്രലോകത്തിന് കഴിയുമോ? ഇതേപറ്റിയുള്ള പഠനത്തിന് തുടക്കമിടുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. വേറെ ആരുമല്ല, നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ തന്നെയാണ് പേമാരി, ഇടിമിന്നൽ, ആലിപ്പഴ വർഷം, മൂടൽമഞ്ഞ് തുടങ്ങിയവയെ നിയന്ത്രിക്കാൻ ആയിട്ടുള്ള പഠനം നടത്താൻ പോകുന്നത്. മേഘങ്ങളിൽ രാസപദാർത്ഥങ്ങൾ വിതറി കൃത്രിമ മഴ പെയ്യിക്കൽ നിലവിലുണ്ടെങ്കിലും മഴ നിയന്ത്രണം സാധ്യമായിരുന്നില്ല.
ഇതെല്ലാം ലക്ഷ്യമിട്ടുള്ള പരീക്ഷണത്തിലേക്ക് കടക്കുകയാണ് രാജ്യം. മിഷൻ മൗസം എന്ന പദ്ധതിയിലൂടെയാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം ഇതിനൊരുങ്ങുന്നത്. ഗവേഷണത്തിനായി 2000 കോടി രൂപ അനുവദിച്ചു. 5 വർഷമെടുക്കുന്ന ദൗത്യം 2 ഘട്ടങ്ങളായാണ് നടപ്പാക്കുകയെന്ന് മന്ത്രാലയം സെക്രട്ടറി എം രവിചന്ദ്രൻ വിശദമാക്കിയിരുന്നു. അപ്പോൾ മേഘങ്ങളിൽ രാസപദാർത്ഥങ്ങളിൽ വിതറി നമ്മൾ കൃത്രിമ മഴ പെയ്യിക്കുന്നതുണ്ട്. പക്ഷെ മഴ നിയന്ത്രിക്കാനായിട്ടുള്ള ഒരു ഇതിലായിരുന്നു. പക്ഷെ അതും ചെയ്യുമെന്ന് ശാസ്ത്രജ്ഞർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർ 5 വർഷമെടുക്കുന്ന ഈ ദൗത്യം 2 ഘട്ടങ്ങളായിട്ട് നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഭൗമശാസ്ത്ര മന്ത്രാലയം, കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം ഇതിനായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. ഇതിനായിട്ട് 2000 കോടി രൂപ അനുവദിച്ചിട്ടുമുണ്ട്. ഇനി മിഷൻ മൗസം നിരീക്ഷണ സംവിധാനം വിപുലീകരിച്ചും നിർമ്മിത മെഷീൻ ലേണിംഗ് പോലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിയും പ്രവചനം മെച്ചപ്പെടുത്താനുള്ള ദൗത്യമാണ് മിഷൻ മൗസം എന്ന് പറയുന്നത്. മേഘങ്ങൾ കൃത്രിമമായി ഉണ്ടാക്കുന്നതിനുള്ള പരീക്ഷണശാല സ്ഥാപിക്കൽ, റഡാറുകളുടെ എണ്ണം 150% വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ ഈ പദ്ധതിയിലുണ്ട്. അപ്പം മിഷൻ മൗസം പദ്ധതിയിലുള്ളതാണ് കൃത്രിമമായിട്ട് മേഘങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള പരീക്ഷണശാല സ്ഥാപിക്കൽ, റഡാറുകളുടെ എണ്ണം 150% വർദ്ധിപ്പിക്കൽ തുടങ്ങിയവ. അപ്പം ഇടിമിന്നലിനെയൊക്കെ കുറിച്ച്, പേമാരിയെക്കുറിച്ച് ഇടിമിന്നൽ പേമാരി നിയന്ത്രണത്തെക്കുറിച്ച് പഠനത്തിനൊരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. എന്തായാലും സക്സസ് ആവട്ടെ എന്ന് തന്നെ പറയാം നമുക്ക്. ഓക്കെ, വേറൊരു വാർത്ത, ശരണയാത്രയ്ക്ക് കട്ടപ്പുറം ബസ്സുകൾ. മറ്റന്നാളല്ലേ, ശനിയാഴ്ചയല്ലേ 1-ാം തീയതി? എത്ര ദിവസം കൂടെ? വ്യാഴം, വെള്ളി, 2 ദിവസം കൂടെ ഉള്ളൂ. 1-ാം തീയതി അല്ലേ? 16-ാം തീയതി അല്ലേ? മലയാള മാസം. ശരണയാത്രയ്ക്ക് കട്ടപ്പുറം ബസ്സുകൾ 370 ബസ് വാങ്ങാൻ ശ്രീശങ്കുവിൽ. ശബരിമല സീസൺ വന്നെത്തിയിട്ടും പുത്തൻ ബസ്സുകളൊന്നും നിരത്തിലിറക്കാൻ കഴിയാതെ KSRTC. 370 പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനായി ടെൻഡർ വിളിച്ച ശേഷം ട്രയൽ റൺ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായെങ്കിലും സർക്കാർ പണം നൽകാത്തതിനാൽ ബസ് വാങ്ങാൻ കഴിഞ്ഞിട്ടില്ല. മുൻകാലങ്ങളിൽ ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി 100 വരെ ബസ്സുകൾ KSRTC വാങ്ങുമായിരുന്നു. സീസൺ കഴിയുമ്പോൾ പ്രധാന ഡിപ്പോകളിലെയും സൂപ്പർ ക്ലാസ് സർവീസിനായി ഈ ബസ്സുകൾ നൽകുമായിരുന്നു. 2016 ഇത്തരത്തിൽ ഏറ്റവും ഒടുവിൽ ബസ് വാങ്ങിയത്. അപ്പൊ ഇവർക്ക് കൂടുതലായിട്ടും ബസ്സുകൾ ആവശ്യമാണ് ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും. അതായത് ശരണയാത്രയ്ക്കുള്ള ബസ്സുകളെല്ലാം കട്ടപ്പുറത്താണെന്നാണ് പറയുന്നത്. കാരണം കൂടുതലും ശബരിമല സീസൺ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും. നമുക്ക് അത്രയും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നതല്ലേ. അപ്പം 600 ബസ്സാണ് വേണ്ടത്. അതിൽ നിത്യയാത്ര കഠിനമാകും. കാരണം ആളുകൾ ഇങ്ങനെ വരുന്നതനുസരിച്ച് 2016 എങ്ങാണ്ടാണ് ഇതുപോലെ ഇത്തരത്തിലൊടുവിൽ ബസ് വാങ്ങിയത്. അപ്പോൾ KSRTCയുടെ ഭാഗത്തു നിന്നും നമ്മുടെ ഗണേഷ് കുമാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ വരുന്നതുകൊണ്ട് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും എന്നുള്ള കാര്യത്തിൽ, ശബരിമല സീസൺ ആയതിൽ. പക്ഷെ ഇപ്പോൾ കൗമുദി സ്പെഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണത്. മുൻകാലങ്ങളിൽ ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായിട്ട് 100 ബസ് വരെയായിരുന്നു KSRTC വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സീസൺ കഴിയുമ്പോൾ അത് പ്രധാന ഡിപ്പോകളിലെ സൂപ്പർ ക്ലാസ് സർവീസിനായിട്ട് ഈ ബസ് വിട്ടുകൊടുക്കുമായിരുന്നു. ഇങ്ങനെ ബസ് വാങ്ങിയത് ഏറ്റവും ഒടുവിൽ 2016 ഇപ്പം 2023 ആയിട്ടുണ്ട്. എന്നിട്ടും വേറെ ബസ്സുകളൊന്നും വാങ്ങിയിട്ടില്ല. KSRTCക്ക് പദ്ധതി വിഹിതമായിട്ട് 92 കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുമുണ്ടായിരുന്നു. ഈ തുക മുന്നിൽ കണ്ടാണ് ബസ് വാങ്ങുന്ന നടപടികളിലേക്ക് കടന്നത്. എന്നാൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയപ്പോഴേക്കും വിവിധ വകുപ്പുകളുടെ പദ്ധതി വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ നിന്ന് KSRTCയെ ഒഴിവാക്കണമെന്ന് ഗതാഗത വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. പകുതി തുക അനുവദിക്കുന്ന കാര്യത്തിൽ പോലും തീരുമാനം ഉണ്ടായില്ല. എന്തായാലും 600 ബസ്സാണ് വേണ്ടത്. അതിൽ ശബരിമല സ്പെഷ്യൽ സർവീസിന് 500 മുതൽ 600 ബസ് വരെയാണ് വേണ്ടത്. ഇതെല്ലാം ഓരോ ഡിപ്പോകളിൽ നിന്ന് പമ്പയ്ക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഡിപ്പോകളിൽ നിന്നാണ് ഈ 500 മുതൽ 600 വരെയുള്ള ബസ്സുകളെ അനുവദിക്കുന്നത്. ദീർഘദൂര സർവീസിന് ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും പമ്പ നിലയ്ക്കൽ സർവീസിന് ഓർഡിനറി ബസ്സുകളുമാണ് ഉപയോഗിക്കുന്നത്. അധിക ദൂരമുള്ള, അതായത് വേറൊരു ദൂരെയുള്ള ജില്ലയിൽ നിന്ന് പത്തനംതിട്ട ജില്ലയിലേക്ക് വരാനായിട്ടുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളായിരുന്നു. പിന്നെ പമ്പ വരെ പോകാനായിട്ട് ഓർഡിനറി ബസ്സുകളുമാണ് ഉപയോഗിക്കുന്നത്. ഇതിനായി എല്ലാ ഡിപ്പോകളിൽ നിന്നും ബസ്സുകൾ പിൻവലിക്കുന്നതോടെ യാത്രാക്ലേശം രൂക്ഷമാവും. നിലവിൽ ബസ് സർവീസുകളുടെ എണ്ണം വൻതോതിൽ കുറച്ചതിനും പുറമെയാണ്. അപ്പം
നിലവിൽ ബസ് സർവീസുകളുടെ എണ്ണം വൻതോതിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ സീസൺ വരുമ്പം ബസ്സിന്റെ ആവശ്യം കൂടി വരികയുള്ളൂ. അപ്പോൾ 600 ബസ്സാണ് വേണ്ടത്. അപ്പോൾ ഇതൊരു കഠിനമായ യാത്ര തന്നെ ആയിരിക്കും. കാരണം മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം ഭയങ്കര, ഒന്നാമത് മണ്ഡലകാലം എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് തിരക്കുള്ള ഒരു കാലമാണ്. അപ്പം നമ്മുടെ ബസ്സുകളുടെ ആവശ്യമുണ്ട്. അപ്പം എന്തായാലും ശരണയാത്രയ്ക്കുള്ള ബസ്സുകളെല്ലാം ഇപ്പൊ കട്ടപ്പുറത്താണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പരിഹാരം എത്രയും പെട്ടെന്ന് KSRTC ഗതാഗത വകുപ്പും എടുക്കട്ടെ. പിന്നെ നമ്മൾ ഇന്നലെയും പറഞ്ഞായിരുന്നു വൈക്കത്തഷ്ടമി കൊടിയേറി എന്നുള്ള കാര്യം. അപ്പോൾ ഇന്നലെ ഭക്തിയുടെ കൊടിയേറ്റമായിരുന്നു. അതുപോലെ തന്നെ വൈക്കത്തഷ്ടമി കൊടിയേറിയത്, അതായത് 12 ദിവസത്തെ ഉത്സവമാണെന്നല്ലേ പറയുന്നത്. അപ്പം ആ ഉത്സവത്തോട്, അതായത് വൈക്കത്തഷ്ടമിയോട് അനുബന്ധിച്ച് നമ്മുടെ ട്രെയിനുകൾക്ക് വൈക്കത്ത് സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുകയാണ്. അപ്പം എല്ലാ ട്രെയിനുകളും ഒന്നും വൈക്കത്ത്, ഏറ്റുമാനൂർ അങ്ങനെയുള്ള സ്റ്റേഷനുകളിലൊന്നും നിർത്താറില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈക്കത്തഷ്ടമി പ്രമാണിച്ച് ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് ഒരുക്കിയിരിക്കുകയാണ്. വഞ്ചിനാട്, വേണാട് എക്സ്പ്രസ് ട്രെയിനുകൾക്ക് വൈക്കം റോഡ് സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. 21 മുതൽ 24 വരെ ഇരുവശത്തേക്കുമുള്ള പരശുറാം എക്സ്പ്രസും ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വേണാടും തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കുള്ള വഞ്ചിനാടുമാണ് വൈക്കം റോഡിൽ നിർത്തുന്നത്. സ്റ്റോപ്പ് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ ഫ്രാൻസിസ് ജോർജ് MP, മോൻസ് ജോസഫ് MLA എന്നിവർ നിവേദനം നൽകിയത്. അപ്പം ഇവർ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം സ്റ്റോപ്പ് അനുവദിച്ചിരിക്കുന്നത്. അപ്പം വഞ്ചിനാട്, പരശുറാം, വേണാട് എക്സ്പ്രസ് ട്രെയിനുകൾക്കാണ് വൈക്കത്തഷ്ടമിയോട് പ്രമാണിച്ച് സ്റ്റോപ്പുകൾ അനുവദിച്ചിരിക്കുന്നത്. ട്രെയിനുകളുടെ സമയം എന്ന് വെച്ചാൽ കന്യാകുമാരി മംഗളൂരു പരശുറാം രാവിലെ 9:49, മംഗളൂരു കന്യാകുമാരി പരശുറാം 2:56, ഷൊർണൂർ തിരുവനന്തപുരം വേണാട് വൈകിട്ട് 6:05, തിരുവനന്തപുരം എറണാകുളം വഞ്ചിനാട് രാത്രി 9:31. ഇങ്ങനെയാണ് ട്രെയിനുകളുടെ സമയം. അതായത് വൈക്കത്ത് ട്രെയിൻ വരുന്ന സമയക്രമമാണ്. പരശുറാം വരുന്നത് 9:49, പിന്നെ തിരിച്ച് പരശുറാം, അതായത് കന്യാകുമാരിയിൽ നിന്ന് മംഗളൂരിന് പോകുന്ന പരശുറാം 9:49, മംഗളൂരിൽ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന പരശുറാം 2:56, അതായത് തിരുവനന്തപുരത്തിന് പോകുന്നത്. ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തിന് വരുന്ന വേണാട് 6:05, തിരുവനന്തപുരത്തിന് എറണാകുളത്തിന് പോകുന്ന വഞ്ചിനാട് രാത്രി 9:31. ഇന്നലെ നമ്മൾ ഇതുപോലെ ട്രെയിനിന്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്തായാലും വൈക്കത്തഷ്ടമിയോട് പ്രമാണിച്ച് 3 ട്രെയിനുകൾക്കാണ് വൈക്കത്ത് സ്റ്റോപ്പ് അനുവദിച്ചിട്ട് ഉള്ളത്. ഓക്കെ. വേറൊരു ന്യൂസ്, തട്ടിപ്പുകാരോടാണ് നേതാക്കൾക്ക് പ്രിയം. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നടന്ന യൂത്ത് ഫ്രണ്ട് സംസ്ഥാന ക്യാമ്പിന് പിന്നാലെ ജനറൽ സെക്രട്ടറിയായി നോമിനേറ്റ് ചെയ്യപ്പെട്ട 3 പേരിൽ തട്ടിപ്പ് കേസ് പ്രതിയും ഉൾപ്പെടുന്നതിനെ ചൊല്ലി വിവാദം. സംസ്ഥാന പ്രസിഡന്റ് സിറിയക് ചാഴിക്കാടൻ നോമിനേറ്റ് ചെയ്ത ആൽവിൻ ജോർജ് പ്രവാസിയിൽ നിന്ന് 50 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിലടക്കം പ്രതിയാണ്. എറണാകുളം നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൽവിന്റെ ഉടമസ്ഥതയിലുള്ള VSD മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനി മുൻപും സംശയനിഴലിലാണ്. അപ്പം 50 ലക്ഷം തട്ടിയെടുത്ത യൂത്ത് ഫ്രണ്ട് ജനറൽ സെക്രട്ടറി ആയിട്ട് നോമിനേറ്റ് ചെയ്തേക്കുവാണ്. പിന്നെ അതുപോലെ പെൻഷൻ തട്ടിപ്പ് പ്രതി സ്ഥലംമാറ്റം പട്ടികയിൽ വിവാദമായപ്പോൾ കോട്ടയം നഗരസഭയിലെ പെൻഷൻ ഫണ്ടിൽ നിന്ന് കോടികൾ തട്ടിയെടുത്ത പിടികിട്ട പുള്ളിയും അഖിൽ സി വർഗീസ് സ്ഥലംമാറ്റ പട്ടികയിൽ ഇടം പിടിച്ചു. വിവാദമായതോടെ ഉത്തരവ് റദ്ദാക്കി അധികൃതരുടെ തലയൂരി. കൊല്ലം സ്വദേശിയും വൈക്കം മുനിസിപ്പാലിറ്റിയിലെ ക്ലർക്കുമായിരുന്ന ഇയാളെ ചങ്ങനാശ്ശേരിയിലേക്കാണ് സ്ഥലം മാറ്റിയത്. അപ്പോൾ തട്ടിപ്പുകാരോടാണ് ഇത് നമ്മൾ ഇന്നാള് ഞങ്ങൾ ഒരു പറഞ്ഞായിരുന്നു, ഝാർഖണ്ഡിൽ ഈ കൂടുതൽ ക്രിമിനൽസ് ആണ് ഈ സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നത് പറഞ്ഞു. അപ്പൊ അതുപോലെ എന്തൊരു ഇതാണ് ഇതും. കൂടുതലും രാഷ്ട്രീയത്തിലെ ക്രിമിനൽസ് വരുന്നത്. രാഷ്ട്രീയത്തില് ക്രിമിനൽസ് ആണെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ കൂടുതൽ ആൾക്കാർ അങ്ങനെ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ വന്നതിന് ശേഷം അങ്ങനെ ആയതാണെങ്കിലോ? അവിടെ ഞങ്ങൾ പറഞ്ഞത് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുന്നവർ ക്രിമിനൽസ് ആണ് BJPയിലും കോൺഗ്രസിലും. ഓ ഓക്കെ. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് 50 ലക്ഷം തട്ടിയെടുത്തവര്, പിന്നെ പെൻഷൻ തട്ടിപ്പ്, അത് ഭയങ്കര വാർത്തയായതായിരുന്നു. പെൻഷൻ അത് തട്ടിയെടുത്തത്. അങ്ങനെയുള്ള ആൾക്കാരോടാണ് നേതാക്കൾക്ക് ഇപ്പൊ കൂടുതൽ താല്പര്യം. അവരെയാണ് സ്ഥാനങ്ങൾ ഏൽപ്പിക്കാനായിട്ട് താല്പര്യം. പിന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ കാര്യം. അപ്പം നാളെയാണ് നമ്മുടെ വയനാട് ചേലക്കര
ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ പക്ഷേ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് മാറ്റിയെന്ന് നമ്മൾ പറഞ്ഞു. കാരണം കൽപ്പാത്തി രഥോത്സവം നടക്കുന്നതുകൊണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് 20-ാം തീയതിയിലേക്ക് മാറ്റിയായിരുന്നു. അപ്പോൾ അതിൻ്റെ 20-ാം തീയതിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് മാറ്റിയത് പ്രമാണിച്ച് സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ 13-ന് നിശ്ചയിച്ചിരുന്നതാണ് 20-ലേക്ക് മാറ്റിയത്. അപ്പോൾ 13-ലെ അവധി മാറ്റി, അതായത് ഇന്നത്തെ അവധി മാറ്റിയിട്ട് 20-ാം തീയതിയിലേക്ക് അവധിയാക്കിയിട്ടുണ്ട്. സർക്കാർ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് അന്ന് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം വേതനത്തോടു കൂടിയ അവധിയാണ്. കണ്ടാവും, വേതനത്തോടു കൂടിയ അവധിയാണ് കൊടുക്കുന്നത് 20-ാം തീയതി. അപ്പം നിങ്ങൾ ജോലിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് കാശ് കയ്യിൽ കിട്ടും. ചേലക്കര നിയമസഭ, വയനാട് ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയിലെ ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഉപതെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് ഇന്നാണ് അവധി. അപ്പോൾ ഇന്ന് ചേലക്കര, വയനാടുള്ള പരിധിയിലുള്ള സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പാലക്കാട് 20-ാം തീയതിയാണ് അവധി. അപ്പോൾ ഇന്നാണ് വയനാടും ചേലക്കരയും വിധി എഴുതുന്നത്. ആര് ജയിക്കും, അതായത് പ്രിയങ്ക ഗാന്ധി ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ കേരളം ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആര് ജയിക്കും എന്നുള്ള കാര്യം നമുക്ക് ഇന്ന് അറിയാൻ പറ്റും. രാവിലെ 6 മുതൽ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും എന്ന് നമുക്ക് ഇന്ന് തോടുകൂടി മനസ്സിലാകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ പ്രചരണത്തിനിടയ്ക്ക് പല പല ആരോപണങ്ങളൊക്കെ പുറപ്പെട്ട് വരുന്നുണ്ട്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞായിരുന്നു. പ്രിയങ്ക ഗാന്ധി ഒരു അമ്പലത്തിൽ പോയിട്ട് ക്ഷേത്ര ദർശനം നടത്തിയ കാര്യം. അതായത് രാജീവ് ഗാന്ധിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത അവിടെയായിരുന്നു. അപ്പോൾ അവിടെ പോയി പുള്ളിക്കാരി എന്താണ് ദർശനം ചെയ്യുന്ന ഫോട്ടോസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് മനഃപൂർവ്വം എടുത്ത് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പം, അതായത് മതചിഹ്നം ഉപയോഗിച്ചെന്ന് പറഞ്ഞ് LDF പരാതി നൽകിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്. കഴിഞ്ഞ ദിവസം പള്ളിക്കുന്ന് ദേവാലയത്തിൽ, അതായത് പള്ളിക്കുന്ന് ദേവാലയത്തിലെത്തിയ പ്രിയങ്ക ദേവാലയത്തിലെ വൈദികരോടും സന്യസ്തരുടെയും വിശ്വാസികളുടെയും സാന്നിധ്യത്തിൽ പ്രാർത്ഥന നടത്തുന്നതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും എടുത്ത് പ്രചരണത്തിന് ഉപയോഗിച്ചു എന്ന് ആരോപിച്ചാണ് വയനാട് പാർലമെന്റിലെ മണ്ഡലം കമ്മിറ്റി പരാതി നൽകിയിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി അവരുടെ വോട്ട് കുറയ്ക്കുക, അല്ലെങ്കിൽ അവരെ മറ്റുള്ളവരുടെ മുൻപിൽ ഒന്ന് താഴ്ത്തിക്കിട്ടെ എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ചെയ്യുന്നതായിരിക്കും. നമ്മളിപ്പോൾ അമ്പലത്തിൽ പോയാലും നമ്മൾ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടും, സ്റ്റോറി ഇടും. ഇതിപ്പോൾ ഇവർ പാർട്ടിയിൽ നിൽക്കുന്ന ആളായതുകൊണ്ട് അതൊരു ആയുധമാക്കി ഉപയോഗിച്ച് അവർ പെരുമാറുന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ പ്രചാരണത്തിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിറന്നാളായിരുന്നു. അപ്പോൾ ഇന്നലെ അവർ പിറന്നാളൊക്കെ ആഘോഷിച്ചു. ത്രികോണ പോരാട്ടമാണ് നമ്മുടെ വയനാട് ത്രികോണ പോരാട്ടം നടക്കുന്ന പാലക്കാട് UDFന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന് പിറന്നാൾ മധുരം എല്ലാവരും സമ്മാനിച്ചു. ഇന്നലെ രാവിലെ മുതൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒക്കെ വിഷസ് രാഹുലിനെ തേടി എത്തിയിരുന്നു. അപ്പോൾ രാവിലെ പിരിയാരി പഞ്ചായത്തിലെ ഗൃഹസന്ദർശനത്തിനെത്തിയ രാഹുലിന് വോട്ടർമാരും ആശംസ നേർന്നിട്ടുണ്ടായിരുന്നു. ഗൃഹസന്ദർശനം കഴിഞ്ഞ ശേഷം കൊടുന്തരപ്പള്ളിയിൽ എത്തിയപ്പോൾ സ്ഥാനാർത്ഥിക്ക് സഹപ്രവർത്തകർ സർപ്രൈസായിട്ട് പിറന്നാൾ ആഘോഷം ഒരുക്കി. ഒപ്പം രാഹുൽ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷിക്കുകയും ചെയ്തു. അപ്പോൾ എന്തായാലും പ്രചരണത്തിനിടെയാണ് രാഹുൽ തൻ്റെ പിറന്നാൾ ആഘോഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും. പിന്നെ എന്താന്ന് വെച്ചാൽ അപ്പോൾ ഇന്നാണ് അതിൻ്റെ വിധി എഴുതുന്നത്. അപ്പം വയനാട്ടിൽ വൃദ്ധരും ഭിന്നശേഷിക്കാരും ഒക്കെ നേരത്തെ വോട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുന്നത്, ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട്ടിലും ചേലക്കരയിലും വോട്ടെടുപ്പ് ഇന്നും രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. നിശബ്ദ പ്രചരണ ദിനമായ ഇന്നലെ സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. LDF സ്ഥാനാർത്ഥി UR പ്രദീപും UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ചേലക്കരയിൽ K ബാലകൃഷ്ണനാണ് BJPക്കായി കളത്തിലിറങ്ങിയത്. ഇന്നലെ നിശബ്ദ പ്രചരണമായിരുന്നു. അപ്പം അവര് എല്ലാവരും വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ കൊണ്ട് അപ്പം എല്ലാം തീർന്നു. ഇന്നാണ് വിധി എഴുതുന്നത്. അതെ, അപ്പം ഏകദേശം എത്ര പേര്, അതായത് വൃദ്ധരും ഭിന്നശേഷിക്കാരും വോട്ട് ചെയ്തിട്ടുണ്ട്. ചേലക്കരയിലെ 85 പിന്നിട്ട വൃദ്ധരും ഭിന്നശേഷിക്കാരും വീട്ടിൽ വോട്ടിട്ടു. 85 കഴിഞ്ഞ 925 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ആകെ 1375 വോട്ട് പോളാണ് ചെയ്തിട്ടുള്ളത്. പ്രത്യേക പരിഗണന ലഭിച്ച 457 ഭിന്നശേഷിക്കാരിൽ 450 പേരും വോട്ട് ചെയ്തിട്ടുണ്ട്. വോട്ടിടുന്ന വീഡിയോ
പകർത്തിയിട്ടുണ്ട്. വയനാട് തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ തിരുവമ്പാടി മണ്ഡലത്തിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ആകെ 1375 വോട്ട് പോളാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ജാർഖണ്ഡിലും 43 മണ്ഡലങ്ങളിൽ ഇന്ന് വോട്ടെടുപ്പുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച, അതായത് നമ്മൾ കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന പോലെ തന്നെ ജാർഖണ്ഡിലും 43 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ്. ഓക്കെ, അപ്പോൾ എന്തായാലും പിന്നെ വേറൊരു വാർത്ത എന്ന് വെച്ചാൽ നമ്മുടെ PV അൻവർ വിലക്ക് ലംഘിച്ച് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം മിനിഞ്ഞാന്നൊക്കെ ആയിരുന്നെങ്കിൽ ഒരു 30ഓളം ലോറിയൊക്കെ തടഞ്ഞു നിർത്തി. പിണറായി വിജയൻ നമ്മുടെ CM-ന്റെ കാറ് പോകുന്ന ആ വഴിക്ക് 30ഓളം ലോറിയൊക്കെ തടഞ്ഞു നിർത്തി പ്രചാരണമൊക്കെ നടത്തിയെന്നും പറഞ്ഞ വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അദ്ദേഹം വിലക്ക് ലംഘിച്ച് വീണ്ടും വാർത്താ സമ്മേളനം നടത്തിയിരിക്കുകയാണ്. അതായത് തിരഞ്ഞെടുപ്പ് തലേന്ന് വിലക്ക് ലംഘിച്ചു. അൻവർ MLA വാർത്താ സമ്മേളനം ഇന്നലെ രാവിലെ 10-നാണ് ചേലക്കര അരമന റെസ്റ്റോറന്റിൽ വെച്ച് അൻവർ മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിച്ചത്. അപ്പൊ ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണുമെന്ന് അറിയിച്ചു. പോലീസ് റെസ്റ്റോറന്റിലെത്തി വാർത്താ സമ്മേളനം അനുവദിക്കില്ലെന്ന് മാനേജറെ അറിയിച്ചു. അപ്പം വാർത്താ സമ്മേളനം നടത്തരുതെന്നൊക്കെ പറഞ്ഞായിരുന്നു. അദ്ദേഹം അത് ലംഘിച്ചാണ് നടത്തിയത്. അപ്പോൾ പോലീസ് എത്തി നടക്കില്ല എന്ന് അറിയിച്ചു. അൻവർ എത്തിയപ്പോൾ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും കൂടുതൽ പോലീസും എത്തി. ആരെയും ഗവനിക്കാതെ അൻവർ വാർത്താ സമ്മേളനം തുടങ്ങി. അപ്പം എന്തായാലും അൻവർ എത്തി, തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥരും കൂടുതൽ പോലീസുകാരും ഒക്കെ എത്തി. പക്ഷെ ഇവരെ ഒന്നും വകവയ്ക്കാതെ അദ്ദേഹം എന്ത് ചെയ്തു, വാർത്താ സമ്മേളനം തുടങ്ങി. ചട്ടത്തിന് വിരുദ്ധമാണെന്ന നോട്ടീസുമായിട്ട് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് MC വിവേക് എത്തി. അപ്പം ഇത് നിയമങ്ങൾക്ക് അതായത് വിരുദ്ധമാണ് എന്നും പറഞ്ഞ് മജിസ്ട്രേറ്റ് എത്തുകയും ഉന്നത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് നിയമ തടസ്സമില്ലെന്ന് പറഞ്ഞതിനാണ് വാർത്താ സമ്മേളനം നടത്തുകയെന്നും തടസ്സപ്പെടുത്തുകയാണെങ്കിൽ ഏത് വകുപ്പ് പ്രകാരമെന്ന് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ട ശേഷം വാർത്താ സമ്മേളനം തുടർന്നു. എന്തായാലും അൻവറിനെതിരെ കേസ് എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ചട്ടം ലംഘിച്ചതിന് അൻവറിനെതിരെ കേസ് എടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും എന്നാ ചെയ്യേണ്ടതില്ല, അങ്ങോട്ട് ഒരു എലക്ഷൻ വന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി പറയുക, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു വാർത്ത വെച്ചത് അമൂലിന്റെ പ്രോഡക്ട്സ് ഇല്ലേ, അമൂലിന്റെ പ്രോഡക്ട്സ്, നമ്മുടെ അമൂലിന്റെ ഏതൊക്കെ പ്രോഡക്ട്സ് അറിയാം? എനിക്ക് പാല്, ബട്ടർ, നെയ്യ്, പിന്നെ മുട്ടായി ഉണ്ട്. മിഠായി. ഓക്കെ, ഐസ്ക്രീം ഇല്ലേ? ഐസ്ക്രീം ഞാൻ കഴിക്കാറില്ല. എന്താ ഐസ്ക്രീം ഇഷ്ടമല്ലെന്നോ അതോ അമൂലിന്റെ ഇഷ്ടമല്ല? ഐസ്ക്രീം ഇഷ്ടമില്ല. അതെന്താ? ഞാൻ അങ്ങനെ കഴിക്കത്തില്ല. ഐസ്ക്രീം ഇഷ്ടമല്ല? അതെന്താ, പാലുള്ളതുകൊണ്ടാണോ? അല്ലല്ലോ. അല്ല, അങ്ങനെ അധികം തണുപ്പുള്ളതുകൊണ്ട് അങ്ങനെ ഞാൻ കഴിക്കാറില്ല. തണുപ്പുള്ള ഒന്നും കഴിക്കാറില്ല? അങ്ങനെയല്ല, ഐസ്ക്രീം അത്ര ഇഷ്ടമില്ല. അപ്പൊ മര്യാദയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമില്ല. അപ്പൊ അമൂലിന്റെ പ്രോഡക്ട്സ് നമ്മൾ പരസ്യം കാണുന്നില്ലേ അമൂലിന്റെ? അമൂലിന്റെ ഏറ്റവും ഹിറ്റ് ആയിട്ടുള്ള പരസ്യമായിരുന്നു മറ്റേ ബട്ടർ, അമൂൽ ബട്ടറിനൊപ്പം. പിന്നെ ഇപ്പൊ അമൂലിന്റെ പാൽപ്പൊടിയുടെ പരസ്യം ഇറങ്ങിയിട്ടുണ്ട്. 2 കപ്പിൾസ് തമ്മിൽ ഇരുന്നിട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ അമൂലിന്റെ ആ ഡയറി ഉൽപ്പന്നങ്ങള് ഇന്ത്യൻ ബ്രാൻഡാണ് അമൂല്. അപ്പൊ അമേരിക്കയിലും എന്താണ് അമൂലിന്റെ ബ്രാൻഡ് ഉണ്ടായിരുന്നു. ഇപ്പം അമേരിക്കയ്ക്ക് പുറമെ യൂറോപ്പിലേക്കും അവരുടെ വിപണി വ്യാപിപ്പിക്കാൻ പോവുകയാണ്. ഈ മാസം അവസാനത്തോടെ സ്പെയിനിൽ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുമെന്ന് അമൂൽ ബ്രാൻഡ് ഉടമകളായ ഗുജറാത്ത് കോ ഓപ്പറേറ്റിംഗ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മാനേജിംഗ് ഡയറക്ടർ ജയൻ എസ് മേത്ത അറിയിച്ചു. അപ്പം അമേരിക്കയ്ക്ക് പുറമെ ഇപ്പം യൂറോപ്പിലേക്കും അവരവരുടെ ബിസിനസ് വളർത്തിക്കൊണ്ട് പോകാൻ പോവുകയാണ്. ഇപ്പം അമൂൽ എന്ന് വെച്ചാൽ മിക്കവാറും ആൾക്കാർക്കൊക്കെ ഒരു താല്പര്യമുള്ള ഒരു പ്രോഡക്റ്റ് അമൂലിന്റെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇതാണ്. അപ്പൊ അമൂലിന്റെ പ്രോഡക്റ്റ് ഇപ്പം നമ്മുടെ ഇന്ത്യ കടന്ന് അമേരിക്ക കടന്ന് യൂറോപ്പിലേക്ക് പോകാൻ പോവുകയാണ്. അതെ, ഇനി അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ചൈനയിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അതായത് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കാറിടിച്ചു കയറ്റി. എന്തിനാണോ എന്നൊന്നും അറിയില്ല, പക്ഷെ അദ്ദേഹം കാറിടിച്ച് കയറ്റിയതിൽ 35 പേരാണ് മരിച്ചത്. 1-2 ആൾക്കാരല്ല, 35 പേരാണ് മരിച്ചത്. എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും വ്യക്തമല്ല. എന്നാലും 62 വയസ്സുകാരനാണ് കാർ ഓടിച്ചത്. അദ്ദേഹമാണ് ഈ 35 പേരുടെ മരണത്തിന് കാരണമായിട്ടിരിക്കുന്നത്. അതുമാത്രമല്ല 43 പേർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. ഷുഹായി സിറ്റിയിൽ കായിക പരിശീലന കേന്ദ്രത്തിൽ വ്യായാമം ചെയ്തുകൊണ്ടിരുന്നവർക്കിടയിലേക്കാണ് കാറിടിച്ച് കയറ്റിയത്. അതായത് വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ.
അവരുടെ ഇടയിലേക്കാണ് ഇദ്ദേഹം ഈ കാർ ഇടിച്ച് കയറ്റിയതും 35 പേര് മരണപ്പെട്ടതും 43 പേർക്ക് പരിക്ക് സംഭവിച്ചതും. വാഹനം ഓടിച്ച ഫാൻ എന്ന കുടുംബ പേരുള്ളയാളെ കസ്റ്റഡിയിലെടുത്തു. വിവാഹമോചനവും തുടർന്നുള്ള സ്വത്ത് വിഭജനത്തിലെ അതൃപ്തിയുമാണ് പ്രകോപനമായതെന്ന് പോലീസ് പറഞ്ഞു. അപ്പോൾ എന്താണ് അദ്ദേഹം എന്തോ വിവാഹമോചനമൊക്കെ നടത്തി വന്ന് സ്വത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനത്തിൽ പറയുന്നത്. എന്തായിരിക്കുമെന്ന് അറിയില്ല. മാത്രമല്ല സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ച് അദ്ദേഹം കാറിടിച്ചതിന് ശേഷം സ്വന്തമായിട്ട് മുറിവേൽപ്പിച്ച് ഇപ്പൊ അബോധാവസ്ഥയിലാണുള്ളത്. കേസെടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്തതായിരിക്കാം. എന്താണെന്ന് എന്തായാലും എന്നാലും 35 പേരൊക്കെ മരിക്കാന്നൊക്കെ പറഞ്ഞ അതും റോഡിൽ കൂടെ നിൽക്കുന്നതല്ലല്ലോ, വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അത് എങ്ങനെ ഈ 35 മരണം? അതാണ് ഭയങ്കരം തന്നെയാണത്. അപ്പം നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ കോട്ടയത്തിന് പുതിയ പ്രവേശന കവാടം വന്നു റെയിൽവേക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പം നമ്മുടെ മന്ത്രി ജോർജ് കുര്യനൊക്കെയാണത് പുതിയ കവാടത്തിൽ പോയി ടിക്കറ്റ് എടുത്ത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. അപ്പം അദ്ദേഹം പറയുന്നത് സ്ഥലം നൽകിയാൽ കോട്ടയത്തിന് ടെർമിനൽ വരും എന്നാണ് പറയുന്നത്. അതായത് പിറവൻ റോഡിനും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ, പിറവൻ റോഡിനും ചങ്ങനാശ്ശേരി സ്റ്റേഷനും ഇടയിൽ ആവശ്യമായ സ്ഥലം നൽകാൻ തയ്യാറായാൽ കോട്ടയത്ത് നിന്ന് കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ സഹായകമാകുന്ന കോച്ചിംഗ് ടെർമിനൽ നിർമ്മിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ 2ാം കവാടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അപ്പം നമ്മുടെ പിറവം റോഡിനും ചങ്ങനാശ്ശേരിക്കും ഇടയിൽ കൂടുതൽ സ്ഥലം നൽകുകയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനുകൾക്ക് അനുമതി നൽകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനിയും കേരളത്തിൽ ബാക്കിയാകുന്ന 67 റെയിൽവേ ഗേറ്റുകൾ അടച്ച് പകരം പാലങ്ങൾ വരും. താമസിയാതെ കേരളത്തിലെ ട്രെയിൻ ഗതാഗതത്തിന് വേഗം കൂട്ടാനായി കൂടുതൽ വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകളും കൂടുതൽ അമൃത് സ്റ്റേഷനുകളും വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ വന്ദേ ഭാരത് നമുക്ക് കേരളത്തിൽ അധികം സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് ഒന്നും ഇല്ല. ഇപ്പൊ കോട്ടയം ജില്ലയ്ക്ക് ഒരു സ്റ്റോപ്പുണ്ട്. പിന്നെ പത്തനംതിട്ടയിലേക്ക് ആകെ ഉള്ളത് തിരുവല്ല, അവിടെ സ്റ്റോപ്പില്ല. പിന്നെ ഇവിടെ നമ്മുടെ കായംകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉള്ളു. ചെറിയ ചെറിയ സ്റ്റേഷനിലൊന്നും വന്ദേ ഭാരതിന് സ്റ്റോപ്പില്ല. അപ്പം ഇനിയും ഇങ്ങനെ സ്ഥലം നൽകിയാൽ വന്ദേ ഭാരത് അമൃത് സ്റ്റേഷൻ പോലെയുള്ളതൊക്കെ കൊണ്ടുവരുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇന്നലെയായിരുന്നു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ പുതിയതായിട്ട് നിർമ്മിച്ച 2ാം കവാടത്തിലെ ബുക്കിംഗ് കൗണ്ടർ, എസ്കലേറ്റർ എന്നിവയുടെ ഉദ്ഘാടനം അത് മന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കുകയും ചെയ്തു. പിന്നെ 1-2 കവാടത്തിൽ സാധാരണ ടിക്കറ്റാണ് കിട്ടുന്നതെന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു. 2ാം കവാടത്തിലാണ് റിസർവേഷൻ ചെയ്യേണ്ട ടിക്കറ്റുകൾ കിട്ടുന്നത്. അപ്പം 2ാം കവാടത്തിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടർ രാവിലെ 6 മുതൽ 10 വരെ പ്രവർത്തിക്കും. തിരക്ക് കൂടുകയാണെങ്കിൽ രാത്രി ഷിഫ്റ്റ് പിന്നീട് പരിഗണിക്കും. അപ്പോൾ 1ാം കവാടത്തിൽ അൺറിസർവ്ഡ് ടിക്കറ്റ് കൗണ്ടറുകൾ പഴയതുപോലെ തന്നെ പ്രവർത്തിക്കും. ഇനി മുതൽ റിസർവേഷൻ ടിക്കറ്റ് എടുക്കാൻ 2ാം കവാടത്തിൽ വേണം എത്താനായിട്ട്. ഏറ്റുമാനൂർ പാലാ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് നാഗമ്പടം റെയിൽവേ മേൽപ്പാലം, നാഗമ്പടം ബസ് സ്റ്റാൻഡ് എന്നീ വഴികൾ ചുറ്റാതെ നാഗമ്പടത്ത് നിന്ന് ഗുഡ്സ് ഷെഡ് റോഡ് വഴി 2ാം പ്രവേശന കവാടത്തിൽ എത്താനായിട്ടും സാധിക്കും. പിന്നെ മന്ത്രിയാണെങ്കിൽ ഒരു പരിഹാസ മറുപടിയൊക്കെ നൽകിയിട്ടുണ്ട്. മോദി എല്ലാം ചെയ്താലും ഞാൻ മുന്നിൽ വരും, കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണല്ലോ. എംപിക്ക് മന്ത്രിയുടെ പരിഹാസ മറുപടിയാണ്. മോദി കാര്യം പറഞ്ഞാൽ അത് നടപ്പാക്കും, ഞാൻ നടക്കേണ്ടതില്ല. എന്നാലും ഞാൻ വന്നു, കാരണം ഞാനൊരു രാഷ്ട്രീയക്കാരനാണല്ലോ. കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ 2ാം കവാട ഉദ്ഘാടന വേളയിൽ പാതി നർമ്മത്തിലും കാര്യത്തോടെയും മന്ത്രി ജോർജ് കുര്യൻ സംസാരിച്ചു തുടങ്ങിയത് ഇങ്ങനെ. 2011 മമതാ ബാനർജി കോട്ടയത്ത് വിഭാവനം ചെയ്ത കോച്ചിംഗ് ടെർമിനൽ സാധ്യമാകാത്തത് ദീർഘദൂര ട്രെയിനുകൾ ആരംഭിക്കുന്നതിന് തടസ്സമായെന്നും ഇനി അടിയന്തരമായി അത് നടപ്പാക്കണമെന്നും ഉദ്ഘാടനത്തിന് മുമ്പ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP സംസാരിച്ചതിനോട് പ്രതികരിച്ചാണ് മന്ത്രി സംസാരിച്ചു തുടങ്ങിയത്. പ്രസംഗത്തിലുടനീളം അദ്ദേഹം മോദിയെ പുകഴ്ത്തുകയും ആ മേന്മ രാഷ്ട്രീയക്കാരനായ താൻ മുന്നിൽ വന്ന് നിന്ന് സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് സ്വയം പരിഹസിച്ചാണ് സംസാരിച്ചത്. അപ്പം എന്തായാലും അദ്ദേഹം വന്നിട്ട് മോദിയെയാണ് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മോദി ആളാണ് അദ്ദേഹം, അതുകൊണ്ടാണ് മോദിയെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം സ്ഥലം നൽകിയാൽ കോട്ടയത്ത് നിന്ന് ആരംഭിക്കുന്ന ട്രെയിനുകൾ ഉണ്ടാകുമെന്നാണ് മന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സ്ഥലം കൊടുക്കുകയാണെങ്കിൽ ബാക്കി നമ്മുടെ യാത്രക്കാർക്ക് അതൊരു പ്രയോജനമായിരിക്കും. കാരണം കോട്ടയം വഴി
ട്രെയിൻ വളരെ കുറവാണ്. ഉള്ള ട്രെയിനുകളാണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത പോലെ തിരക്കാണ്. രാവിലെ 7 മണിക്ക് നമ്മുടെ ഏറ്റുമാനൂരിൽ നിന്ന് പാലരുവി ഉണ്ട്. ആ പാലരുവിക്ക് കയറിയാൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് തിരക്കെന്ന് വെച്ചാൽ സൂചി കുത്താൻ ഇടയില്ലാത്ത പോലത്തെ തിരക്കാണ് പാലരുവി. പാലക്കാട് വരെ ഉള്ളൂ ട്രെയിനെങ്കിലും തിരക്കെന്ന് വെച്ചാൽ അമാതിരി തിരക്കാണ്. പിന്നെ ആ തിരക്കൊന്ന് കുറയുന്നത്, കുറച്ചെങ്കിലും ഒന്ന് കുറയുന്നത് എറണാകുളം ടൗണിൽ ഇറങ്ങുമ്പോഴാണ്. കാരണം ജോലിക്കാർ മൊത്തം പോകുന്നത് ഈ ട്രെയിനാണ്. കാരണം ഈ ട്രെയിൻ ഒരു 9:30, 8:30 ആകുമ്പോഴത്തേന് എറണാകുളം ടൗണിൽ ചെല്ലും. അപ്പം ജോലിക്കാർക്ക് ഇപ്പോൾ 9 മണിക്ക് കയറേണ്ടതൊക്കെ ആയാലും 10:30, 10 മണിക്കൊക്കെ കയറേണ്ടതൊക്കെ ആയാലും ഈ ഒരു ട്രെയിനെ ആശ്രയിച്ചാൽ അവർക്കത് നല്ല സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ മുഴുവൻ കയറുന്നത് ഈ ഒരു ട്രെയിനാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിലേക്ക് ട്രെയിൻ വന്നു കഴിയുമ്പം കയറാനുള്ള സ്ഥലമില്ല, പക്ഷെ നമുക്ക് കയറാൻ വഴിയില്ല, കാരണം വേറെ ട്രെയിൻ ഇല്ല അടുത്ത് ഉടനെ. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ തള്ളി കയറി കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മാതിരി തിരക്കാണ് ട്രെയിൻ. അപ്പം എത്രയും പെട്ടെന്ന് നമുക്ക് ട്രെയിൻ സർവീസ് കൂട്ടിത്തരുവാണെങ്കിൽ യാത്രാക്ലേശം ഒഴിവായി കിട്ടും. ഇപ്പം മെമൂലൊക്കെ കഴിഞ്ഞ ദിവസത്തെ നമ്മൾ ന്യൂസിലും കണ്ടായിരുന്നു, മെമൂലൊക്കെ യാത്ര ചെയ്ത് തല കറങ്ങി വീണതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് മെമു ആയാലും മതി, കോട്ടയം ടു കൊല്ലം വരെ പോകുന്ന മെമു, അല്ലെങ്കിൽ കോട്ടയം ടു എറണാകുളം പോകുന്ന മെമുവോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കൊല്ലം ടു എറണാകുളം അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരക്കൊഴിഞ്ഞു കിട്ടും. ഇപ്പം ഈ കോട്ടയം വഴിയുള്ള ട്രെയിനിന് നല്ല തിരക്ക്. അപ്പം കൂടുതൽ ആൾക്കാർ ട്രെയിനിനെയാണ് ആശ്രയിക്കുന്നത്. ഒന്നാമത് പൈസ, ബസ്സിനേക്കാളും കുറവാണ് ട്രെയിനിന്റെ പൈസ. രണ്ടാമത് സമയലാഭം. മൂന്നാമത് ബസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെ എല്ലാം കറങ്ങി തിരിഞ്ഞ്, അതായത് ചിലർക്ക് ബസ്സിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരെല്ലാം ട്രെയിൻ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന വാഹനമാണ് ട്രെയിൻ എന്ന്. അപ്പോൾ അതിൽ കൂടുതലും നമുക്ക് ഒരു ട്രെയിനുകൾ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു യാത്രാക്ലേശം ഒഴിവായി കിട്ടും. എന്തായാലും എത്രയും പെട്ടെന്ന് മന്ത്രി ഇതിനൊരു പരിഹാരം കാണട്ടെ. ഓക്കെ, നമുക്ക് അടുത്ത ബെബ്കോ ഷോപ്പുകളിൽ വനിതാ ജീവനക്കാരെ വിരട്ടലെ പണിപാളും. ബെബ്കോ ഷോപ്പുകളിൽ മദ്യം വാങ്ങാൻ എത്തുന്നവർ വനിതാ ജീവനക്കാരോട് അധികം ഷോക്ക് ആട്ടാൻ നിൽക്കണ്ട, പണിപാളും. മദ്യം എടുത്ത് നൽകാൻ മാത്രമല്ല, ആവശ്യമെങ്കിൽ കൈക്കരുത്ത് കാട്ടാനും അവർ ഇനി മടിക്കില്ല. വനിതാ ജീവനക്കാർക്ക് സ്വയം പ്രതിരോധ പരിശീലനം, സെൽഫ് ഡിഫൻസ് ക്ലാസ് നൽകാനുള്ള സർക്കുലർ ബെബ്കോ കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചു. ഡിസംബർ 1-നായിരിക്കും ആദ്യ പരിശീലനം ക്ലാസ് തുടങ്ങുക. കേരള പോലീസാണ് ഇക്കാര്യം സഹായിക്കുന്നത്. വനിതകൾക്ക് നേരെ തൊഴിലിടങ്ങളിൽ അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം. ബെബ്കോയുടെ ജില്ലാ അഡിറ്റ് ടീം മാനേജർക്കാണ് നോഡൽ ഓഫീസ് ചുമതല. എല്ലാ ജില്ലകളിലെയും ചില്ലറ വിൽപ്പന ശാലകളിലെയും വെയർഹൌസുകളിലെയും റീജിയണൽ മാനേജർ ഓഫീസുകളിലെയും വനിതാ ജീവനക്കാരുടെ പേര് വിവരം ഇന്ന് വൈകിട്ട് 5 മണിക്ക് മുമ്പായി ലഭ്യമാകാനാണ് നിർദ്ദേശം. 1-ാം തീയതി സംഘടിപ്പിക്കുന്ന ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ജീവനക്കാർക്ക് കോമ്പൻസേറ്റീവ് ഓഫ് അനുവദിച്ചിട്ടുണ്ട്. എല്ലാ വനിതാ ജീവനക്കാരും നിർബന്ധമായും ക്ലാസ്സിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതെന്തായാലും നല്ല കാര്യമാണ്. ചിലർക്ക് സെൽഫ് ഡിഫൻസ് നല്ല, ഇവർക്ക് മാത്രമല്ല എല്ലാവർക്കും സെൽഫ് ഡിഫൻസ് കൊടുക്കണം. ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് എല്ലാവർക്കും സെൽഫ് ഡിഫൻസ് വേണം. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഓരോ ഇൻഫ്ലുവൻസർ കാണിക്കാറുണ്ടല്ലോ സെൽഫ് ഡിഫൻസ്. അതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ടാലും മതിയല്ലേ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് അത് പഠിപ്പിക്കണം. കാരണം നമുക്ക് ഇപ്പം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം സെൽഫ് ഡിഫൻസ് തന്നെയാണ്. കാരണം നമ്മൾ സെൽഫ് ഡിഫൻസ് പഠിച്ചാലും ചിലർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം പെട്ടെന്ന് നമ്മൾ ഷോക്കിങ്ങിലേക്ക് പോകും. നല്ലൊരു ഇത് കിട്ടും നമുക്ക്. അത് ശരിയാ, പെട്ടെന്ന് നമ്മൾ ഷോക്കായിട്ട് കോൺഫിഡൻസ് വരും. അതായത് നമ്മൾ എനിക്കും ചെയ്യാൻ പറ്റും എന്നൊരു ഇത് വരും. അപ്പം അറിയാൻ വയ്യാത്ത ഒരാളാണെങ്കിൽ സ്റ്റക്കായി നിൽക്കും. അപ്പം സെൽഫ് ഡിഫൻസ് പഠിപ്പിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു മണിപ്പൂരിൽ കലാപത്തെക്കുറിച്ച്. അപ്പം ഇപ്പോൾ അവിടെ 3 സ്ത്രീകളെയും 3 കുട്ടികളെയും കാണാനില്ല. കഴിഞ്ഞ ദിവസം സുരക്ഷാ സേനയും കുക്കി ആയുധധാരികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ ജിരിബാം ജില്ലയിലെ 3 സ്ത്രീകളെയും 3 കുട്ടികളെയുമാണ് കാണാതായിട്ടുള്ളത്. തിങ്കളാഴ്ച ഏറ്റുമുട്ടലിനിടെ 13 പേരെയാണ് പ്രദേശത്ത് നിന്ന് കാണാതായത്. ഇതിൽ 5 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. 13 പേര് കാണാതായതിൽ 5 പേരെ കണ്ടെത്തിയിട്ടുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിൽ 2 പേരുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. അപ്പം കത്തിക്കരിഞ്ഞ രീതിയിൽ 2 പേരുടെ മൃതദേഹവും കണ്ടെടുത്തിട്ടുണ്ട്. സേനകൾ കാണാതായവർക്കായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണാതായവരെ കുക്കീസ് ആയുധ സംഘം തട്ടിക്കൊണ്ടുപോയെന്നാണ് മേദി വിഭാഗക്കാരുടെ ആരോപണം. അപ്പം മേദി വിഭാഗക്കാർ പറയുന്നത് കാണാതായവരെ കുക്കിക്കാർ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് 13 പൗരാവകാശ സംഘടനകൾ ചേർന്ന് ഇംഫാൽ താഴ്വരയിലെ 5 ജില്ലകളിലെ ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുമുണ്ട്. അപ്പം മണിപ്പൂരിലെ കലാപം വീണ്ടും രൂക്ഷമായിക്കൊണ്ടേയിരിക്കുകയാണ്. കേന്ദ്രം പക്ഷേ
അനങ്ങുന്ന അവസ്ഥയിൽ നിശബ്ദത പാലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്ന് തീരും ഈ ഒരു യുദ്ധം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതുപോലെ മാറിക്കൊണ്ടിരിക്കാം. 13 പേരെ കാണാതായില്ലേ, 5 പേരെ കണ്ടെത്തി, 2 പേരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ രീതിയിലൊക്കെ കിട്ടുന്നു. അതായത് ഒരാളെ വെടിവെച്ച് കൊന്നിട്ട് ആ ആളെ പിന്നീട് കത്തിച്ച് കളയുന്നു. അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കാൻ പറ്റും. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നടന്നിട്ടുള്ള, നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടന്നുകൊണ്ടേയിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് കേന്ദ്ര സർക്കാർ ഇതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ കാണട്ടെ എന്ന് ഞങ്ങൾ അതിതീവ്രമായി ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ ഇത് വ്യാപിക്കുമെന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാർത്ത എന്ന് വെച്ചാൽ ലപ്താ ലേഡീസ് കണ്ടിട്ടുണ്ടോ? ലപ്താ ലേഡീസ് കണ്ടിട്ടില്ല. അപ്പം ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായ ലപ്താ ലേഡീസ് ലോസ്റ്റ് ലേഡീസായി മാറിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ പോസ്റ്ററിലാണ് മാറ്റം വന്നിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ആരാധകർക്ക് എത്തുന്നതിന് മുന്നോടിയായാണ് കഴിഞ്ഞ ദിവസം പുതിയ പോസ്റ്ററിലെത്തിയത്. ലപ്ത എന്ന ഹിന്ദി വാക്കിന് പകരം ലോസ്റ്റ്, അതായത് കാണാതായ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിരൺ റാവു ആണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഓസ്കാറിൽ ലപ്താ ലേഡീസ് എത്തുന്നത് ലോസ്റ്റ് ലേഡീസ് എന്ന പേരിലായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത വാർത്തയിലേക്ക് പോവാം. എന്തായാലും മതിയ. പിന്നൊരു കേട്ടിട്ടുണ്ടോ? കൊറിയൻ മോഹൻലാൽ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അപ്പൊ പുതിയ വാർത്ത എന്ന് വെച്ചാൽ അദ്ദേഹം സലാറിൽ എത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രഭാസിന്റെ സലാർ 2ാം ഭാഗത്തിൽ അഭിനയിക്കാൻ കൊറിയയിൽ നിന്ന് ഡോൺലി എത്തുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോൺലിയെ. നല്ല നല്ല അടിപൊളി ആക്ടറാണ്. നമ്മുടെ മോഹൻലാലിനെ പോലെ തന്നെയാണ്. അതായത് എല്ലാവരും പറയുന്ന കൊറിയയിലെ മോഹൻലാലാണ് അദ്ദേഹം എന്നാണ്. കാണാനും നല്ല ഭംഗിയാണ്. പുള്ളിക്കാരൻ്റെ അഭിനയമൊക്കെ നമുക്ക് കണ്ടിരിക്കും. ഞാൻ ജസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സിനിമ കണ്ടു തുടങ്ങിയത്. ഞാൻ കണ്ടത്, എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ചാൽ ദ ഗാങ്സ്റ്റർ ദി കോപ്പ് ദി ഡെവൽ എന്ന് പറഞ്ഞൊരു സിനിമയാണ്. ജസ്റ്റ് ഞാനൊരു സീനേ കണ്ടുള്ളൂ. ആ ഒരു സീൻ വെച്ച് ഞാൻ തപ്പി ചെന്ന് ആ സിനിമ കണ്ടു തീർത്ത്. പക്ഷെ നല്ല അടിപൊളി സിനിമ കേട്ടോ, കാണേണ്ട സിനിമ തന്നെയാണ്. K-ഡ്രാമ പ്രേമികളായ മലയാളികൾക്കിടയിൽ കൊറിയയുടെ ലാലേട്ടൻ എന്ന് വിളിപ്പേരുണ്ട് മാഡോങ് സോക്ക് എന്ന ഡോൺലിക്ക്. ട്രെയിൻ ടു ബുസാൻ, ദി ഗാങ്സ്റ്റർ എന്നീ ചിത്രങ്ങളുടെ പ്രശസ്തി നേടിയ ഡോൺലിയെ കാഴ്ചയിലും അഭിനയത്തിലും മലയാളികൾ താരതമ്യപ്പെടുത്തിയത് മോഹൻലാലിനോടാണ്. ഡോൺലി ഇൻസ്റ്റാ അക്കൗണ്ടിൽ പ്രഭാസിന്റെ ചിത്രം പങ്കുവച്ചതോടെയാണ് അഭ്യൂഹം വരുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാ അക്കൗണ്ടിൽ പ്രഭാസിന്റെ ചിത്രം പങ്കുവച്ചപ്പോഴാണ് സലാറിലേക്ക് അദ്ദേഹം വരുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങൾ വന്നിട്ടുള്ളത്. ആരാധകരുടെ ആവേശം കമന്റുകളായി പരിധി വിട്ടതോടെ കൊറിയൻ താരത്തിന്റെ ഇൻസ്റ്റ ബ്ലോക്ക് ആകുകയും ചെയ്തു. അപ്പം ആരാധകർ പരിധി വിട്ട് കമന്റ് ചെയ്തതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാം ബ്ലോക്ക് ആകിയിട്ടുണ്ട്. പിന്നെ ഡോൺലി ഗാരുവിനെ വരവേൽക്കാൻ തെലുഗു പ്രേക്ഷകർ ആവേശത്തിലാണ്. അതേസമയം എമ്പുരാനിലെ അതിഥി വേഷത്തിൽ ഡോൺലി എത്തുമെന്ന അഭ്യൂഹത്തിനും പിന്നാലെയാണ് മലയാളികൾ. അപ്പം അദ്ദേഹം സലാറിൽ മാത്രമല്ല എമ്പുരാനിലും ഒരു അതിഥി വേഷത്തിൽ എത്തും എന്നുള്ള രീതിയിൽ അഭ്യൂഹങ്ങൾ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹം 2 സിനിമയിലും അഭിനയിക്കട്ടെ എന്ന് തന്നെ നമുക്ക്, കാരണം നമ്മൾ കൊറിയയിലുള്ള ആക്ടിങ്ങേ കണ്ടിട്ടുള്ളൂ പുള്ളിയുടെ, മലയാളത്തിലോ അല്ലെങ്കിൽ തെലുങ്കിലോ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും അദ്ദേഹം വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. പിന്നെ ട്രംപിന്റെ മനസ്സിലേക്ക് ഒരു ഗോൾഫ് ഷോട്ട്. ട്രംപിനെ ഇംപ്രസ് ചെയ്യാൻ ഗോൾഫ് സ്റ്റിക്ക് പൊടി തട്ടിയെടുത്ത് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺ സുക് യോൺ. ദക്ഷിണ കൊറിയൻ എന്താണല്ലേ, 8 വർഷമായി മുടങ്ങിക്കിടന്ന ഗോൾഫ് പ്രാക്ടീസ് അദ്ദേഹം വീണ്ടും തുടങ്ങി. അപ്പൊ ട്രംപിനെ ഇംപ്രസ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിലാണ് നമ്മുടെ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് വീണ്ടും പൊടി തട്ടിയെടുത്തിരിക്കുന്നത് ഗോൾഫ് സ്റ്റിക്ക്. ഗോൾഫ് കളിയിൽ ഡൊണാൾഡ് ട്രംപിനുള്ള താല്പര്യം ലോക പ്രശസ്തമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ സന്ദർശന വേളയിൽ ഒപ്പം ഗോൾഫ് കളിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിൽ കയറിക്കൂടാനുള്ള ഒരുക്കത്തിലാണ് യൂൺ സുക് പ്രാക്ടീസ് തുടങ്ങിയതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. എന്തായാലും അദ്ദേഹം എങ്ങനെയെങ്കിലും ട്രംപിന്റെ മനസ്സിൽ ഇടം പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ്. കാരണം ഈ ദക്ഷിണ കൊറിയയിൽ അമേരിക്കയുമായിട്ട് കുറച്ച് അടുപ്പമുണ്ട്. കാരണം അവർ ഈ BTS വന്നതിന് പിന്നെ സൗത്ത് കൊറിയ അറിയപ്പെട്ടത് നമ്മുടെ ഇവർ കാരണമാണ്. അപ്പോൾ ഇവരാണെങ്കിൽ ബൈഡനുമായിട്ടൊക്കെ നല്ല വൈറ്റ് ഹൗസിലൊക്കെ പോയി ഒരു ബന്ധമൊക്കെ സ്ഥാപിച്ചിരുന്നു. അപ്പം ഇപ്പോൾ ട്രംപ് ആണല്ലോ അവിടുത്തെ പ്രസിഡന്റ്. അപ്പോൾ അതിൽ ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അദ്ദേഹം എങ്ങനെയെങ്കിലും ആളെ ഇതാക്കണമെന്ന് പറഞ്ഞ് നമ്മുടെ ഗോൾഫ് സ്റ്റിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ്.
ജപ്പാൻ പ്രധാനമന്ത്രിയായിരിക്കെ ഷിൻസോ അബെയും ട്രംപിനൊപ്പം ജപ്പാനിലും US-ലും ഗോൾഫ് കളിച്ചിട്ടുണ്ട്. ഒരു റൗണ്ട് ഗോൾഫ് കളി കഴിഞ്ഞാൽ എത്ര പ്രശ്നം പിടിച്ച വിഷയങ്ങളും കൂളായി ചർച്ച ചെയ്യാൻ കഴിയുമെന്നാണ് ആബെ എന്ന് പറഞ്ഞത്. അപ്പം ഈ ഇങ്ങനെ ഇരുന്ന് കളിക്കുന്ന സമയത്ത് ഇവർക്ക് ഏത് വലിയ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാം, എന്നിട്ടത് കൂളായിട്ട് ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിനാണ് നമ്മുടെ ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ഗോൾഫൊക്കെ പ്രാക്ടീസ് ചെയ്ത് ട്രംപിന്റെ മനസ്സിലേക്ക് ഇടം പിടിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, എന്തായാലും അതൊരു നല്ല കാര്യം. അദ്ദേഹം പിന്നെ ചെയ്യാനല്ലേ. പിന്നെ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സ്കൂൾ കായികമേളയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ചാമ്പ്യൻഷിപ്പ് ഓവറോൾ തിരുവനന്തപുരമാണ് കൊണ്ടുപോയതെന്നും മലപ്പുറമായിരുന്നു അത്ലറ്റിക്സിൽ ജയം നേടിയതെന്നും ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്കൂൾ കായികമേളയിലെ നാവാമുകുന്ദ സ്കൂള് നിയമ നടപടിക്ക് പോവുകയാണ്. അതായത് സംസ്ഥാന സ്കൂൾ അത്ലറ്റിക്സ് ചാമ്പ്യൻ പട്ടത്തിൽ ജനറൽ സ്കൂളുകൾക്കൊപ്പം സ്പോർട്സ് ഡിവിഷൻ സ്കൂളുകളെയും പരിഗണിച്ചതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് തിരുനാവായ നാവാമുകുന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ അധികൃതർ അറിയിച്ചത്. ചാമ്പ്യൻ സ്കൂളുകളുടെ പട്ടികയിൽ 2ാം സ്ഥാനത്തായിരുന്നു നാവാമുകുന്ദ. അപ്പൊ 2ാം സ്ഥാനത്തായിരുന്നു നാവാമുകുന്ദ സ്കൂള്. എന്നാൽ ജനറൽ സ്കൂളുകളുടെ വിഭാഗത്തിലേക്ക് സ്പോർട്സ് ഡിവിഷൻ സ്കൂളായ GV രാജ സ്കൂളിനെ കൂടി പരിഗണിച്ചതോടെ നാവാമുകുന്ദ സ്കൂള് 3ാം സ്ഥാനത്തേക്ക് മാറി. അതിനാൽ കായിക താരങ്ങൾക്ക് ഏറെ മനപ്രയാസമുണ്ടാക്കിയ കാര്യമാണിത്. ഇതിനെതിരെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് പരാതി നൽകിയിട്ടുള്ളത്. ഇന്ന് അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പം നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് നാവാമുകുന്ദ സ്കൂള് തയ്യാറായി തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ വേറൊരു ന്യൂസും, വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നു PP ദിവ്യ. തന്നെയും കുടുംബത്തെയും അപമാനിക്കുന്നതിനായി വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യ. വ്യാജ വാർത്തകൾ കെട്ടിച്ചമച്ചവർക്കും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കി. ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ദിവ്യയ്ക്ക് ജാമ്യം ലഭിച്ചത്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ചില മാധ്യമങ്ങൾ വ്യാജ പ്രചരണങ്ങൾ നടത്തിയതായിരുന്നു ദിവ്യ പറഞ്ഞിരുന്നു. വ്യാജപ്രചരണമല്ലേ ഇവര് ചെയ്ത കാര്യത്തെ കുറിച്ചല്ലേ പറയുന്നത്. ഇല്ലാവചനമൊന്നും ആരും പറഞ്ഞിട്ടില്ല. പുള്ളിക്കാരി ചെയ്ത കാര്യങ്ങളാണ് എല്ലാരും പറഞ്ഞേക്കുന്നത്. അതിൽ ഇത്ര തെറ്റെന്താണ്, അതാണ് മനസ്സിലാവാത്തത്. ഇനി വേറെ അടുത്ത വാർത്തയിലേക്ക് നമുക്ക് പോവാം. നമ്മൾ കുറേ ദിവസം കൊണ്ട് പറയുന്നതാണ് കാനഡ ഇന്ത്യ നയതന്ത്ര ബന്ധം. അവിടെ നമ്മുടെ ബ്രാംപ്ടൺ ക്ഷേത്രത്തിലൊക്കെ എന്താണ് ആക്രമണം നടത്തിയതിനെ കുറിച്ചും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്രമണ ഭീഷണി വീണ്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ കാനഡയിലെ ക്ഷേത്രത്തിലെ പരിപാടികളെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പരിപാടി നിശ്ചയിച്ചിരുന്നത് ബ്രാംപ്ടണിലെ ത്രിവേണി ക്ഷേത്രത്തിലായിരുന്നു. അവിടെയാണ് ക്ഷേത്രത്തിലെ പരിപാടികൾ റദ്ദാക്കിയിരിക്കുന്നത്. ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന പോലീസ് മുന്നറിയിപ്പിനെ തുടർന്ന് കാനഡയിലെ ബ്രാംപ്ടണിലെ ത്രിവേണി ക്ഷേത്രത്തിൽ വെച്ച് നടത്താനിരുന്ന ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ലൈഫ് സർട്ടിഫിക്കറ്റ് പരിപാടി റദ്ദാക്കി. ഇന്ത്യൻ വംശജരായ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും പെൻഷൻ അടക്കമുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ള ലൈഫ് സർട്ടിഫിക്കറ്റുകൾ പുതുക്കാനുള്ള ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പരിപാടിയാണ് റദ്ദാക്കിയത്. അപ്പം ഈ പരിപാടി എന്ന് വെച്ചാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഈ പരിപാടിയിൽ വെച്ച് ഇന്ത്യൻ വംശജരായിട്ടുള്ള ഹിന്ദുക്കൾക്കും സിഖുകാർക്കും പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് നൽകുക എന്നതാണ് ഈ പദ്ധതിയിലുള്ളത്. അതാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഇപ്പം ഞായറാഴ്ച നടക്കാനിരുന്ന പരിപാടി മാറ്റിവെക്കുന്നതാണ് നിലവിലെ സാഹചര്യത്തിൽ നല്ലതെന്ന് പോലീസ് അറിയിച്ചു. ഒട്ടേറെ ഇന്ത്യൻ വംശജർ താമസിക്കുന്ന ഇടമാണ് ബ്രാംപ്ടൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വംശജർ താമസിക്കുന്ന സ്ഥലം ബ്രാംപ്ടൺ ആണ്. അതുകൊണ്ട് തന്നെ കാനഡയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾ ഇപ്പോൾ സുരക്ഷിതമല്ലെന്ന് തോന്നുന്നതിൽ ദുഃഖമുണ്ടെന്ന് പറഞ്ഞ ക്ഷേത്രം അധികൃതർ ക്ഷേത്രത്തിന്റെയും ഹിന്ദു സമൂഹത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കണമെന്ന് അധികൃതരോട് അഭ്യർത്ഥിച്ചു. എന്തായാലും ബ്രാംപ്ടൺ ക്ഷേത്രത്തിലെ ഈ ആക്രമണം നടന്നതിന് പിന്നാലെ വീണ്ടും ആക്രമണ ഭീഷണി ഉള്ളതുകൊണ്ട് ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പരിപാടി നിശ്ചയിച്ചത് റദ്ദാക്കിയിരിക്കുകയാണ്. ഓക്കെ, അടുത്തത് ഗാസ യുദ്ധം, മണിപ്പൂർ യുദ്ധം, ബ്രാംപ്ടൺ. എന്താണ് യുദ്ധം 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 മാത്രമേ കേൾക്കാനുള്ളൂ. നമ്മൾ കുറേ ഇപ്പോൾ ഒരു 1.5 വർഷത്തിന് മേലെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട്. അപ്പോൾ അവർ വീണ്ടും ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ ഇസ്രായേലിലെ 2 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ചൊവ്വാഴ്ച ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ 14 പേര് കൊല്ലപ്പെട്ടു. ഭക്ഷണശാലയിലും വീട്ടിലുമാണ് അപകടം. അതായത് ഭക്ഷണം കഴിക്കാൻ പോലും ഉള്ള മനസ്സമാധാനം ഇല്ലാത്ത അവസ്ഥയിലാണ് ഗാസ സിറ്റിയിലെ ആൾക്കാരുള്ളത്. 2 കുട്ടികളും 1 സ്ത്രീയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ഒട്ടേറെ അഭയാർത്ഥി ക്യാമ്പുകളുള്ള മുവാസിയിലായിരുന്നു ആക്രമണം നടന്നത്. അതേസമയം ചൊവ്വാഴ്ച ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിൽ 2 പേര് മരിച്ചു.
വടക്കൻ ഇസ്രായേലിലെ നെഹാരിയ പട്ടണത്തിലാണ് ആക്രമണമുണ്ടായത്. ഗാസയിലേക്ക് കൂടുതൽ അവശ്യ വസ്തുക്കൾ എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് US ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ എന്തായാലും ഗാസയിൽ വീണ്ടും യുദ്ധം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ ഇന്നലെ നമ്മുടെ നെതന്യാഹു ആണെങ്കിൽ ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, പേജർ ആക്രമണങ്ങൾ നടത്തിയത് അവർ തന്നെയാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി കാണണം. ഓക്കെ, നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയോ? നമ്പർ നാളെ ചിൽഡ്രൻസ് ഡേ ആണ്. അപ്പോൾ നമ്മുടെ മാതൃഭൂമിയിൽ ഇപ്പോഴേ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, പിതാ കെ പത്ര പുത്ര കെ നാം. അതായത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് നവംബർ 14 ശിശുദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പം ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ കുറേ ആൾക്കാർ ചാച്ചാജിയായിട്ട് ഒരുങ്ങി വരുന്നത്, അങ്ങനെ കുറേ ഹിസ്റ്ററിയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒരുങ്ങി വരുന്നില്ല. അപ്പോൾ ആ സമയത്ത് പഠിപ്പിക്കത്തൊന്നും ഇല്ലല്ലോ, വെറുതെ ഇങ്ങനെ നമ്മുടെ റാലിക്ക് ഇങ്ങനെ പോയാൽ മതിയല്ലോ. അപ്പോൾ അതാണ് എനിക്ക് ഓർമ്മ. അപ്പോൾ എന്തായാലും 1937 ബംഗാളി ചിന്തകനായിരുന്ന രാമാനന്ദ ചാറ്റർജിയുടെ ദി മോഡേൺ റിവ്യൂ എന്ന മാസികയിൽ നെഹ്റുവിനെ വിമർശിച്ചുകൊണ്ട് നെഹ്റു തന്നെ രാഷ്ട്രപതി എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അതിനായി അദ്ദേഹം തിരഞ്ഞെടുത്ത പേര് മൗര്യ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു. എന്തായിരുന്നു ആ പേര്? അറിയോ ആർക്കെങ്കിലും? എനിക്കറിയില്ല കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ആണവ റിയാക്ടറിന് പേര് നൽകിയത് ജവഹർലാൽ നെഹ്റുവാണ്. റിയാക്ടർ സൃഷ്ടിക്കുന്ന നീലവർണ്ണ ഷെറൻകോവ് വികിരണത്തെ ഭാരതീയ സങ്കല്പത്തിലെ അപ്സരസുകളോട് സാദൃശ്യപ്പെടുത്തിയാണ് ജവഹർലാൽ നെഹ്റു പേര് നൽകിയത്. അപ്പോൾ ഇതൊരു ചോദ്യോത്തരവേളയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാനമന്ത്രിയുടെ പേരായിരുന്നു. ഇതായിരുന്നു ആ പേര്, അറിയോ? ചാണക്യ. ഓക്കെ, രണ്ടാമത്തെ ചോദ്യമാണ്, ജനുവരി 20 പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ റിയാക്ടറിന്റെ പേരെന്ത്? അപ്സര. ഉത്തരം നമ്മുടെ മാതൃഭൂമിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കയറി വായിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം നമുക്കറിയാൻ വയ്യാത്ത കുറേ കാര്യങ്ങൾ ഈ പഠിപ്പുരയ്ക്കകത്ത് വരാറുണ്ട്. പിന്നെ നമ്മുടെ ഈ മനോരമയിലാണെങ്കിൽ എക്സാമിന്റെ ടൈമിൽ ഓരോ സബ്ജക്റ്റ് വൈസ് വരാറുണ്ട് പഠിപ്പുരയ്ക്കകത്ത്. അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ വെട്ടിയെടുക്കുമായിരുന്നു പഠിപ്പുരയിലെ. ഇപ്പോഴത്തെ ഒന്നും വെട്ടിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ട്യൂഷന് പോയാണ്, ഫോണും ഒക്കെയാണ്. പിന്നെ യൂട്യൂബിലാണെങ്കിൽ ഈ സൈലമൊക്കെ ലൈവായിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് പിള്ളേർ വീട്ടിൽ പോയിരുന്ന് സ്കൂളിൽ എൻ്റെ അടുത്ത് വന്ന് പറയും, ചേച്ചി എന്നെ സ്കൂളിലൊന്നും പഠിപ്പിക്കാറില്ല ചേച്ചി, എനിക്കൊന്നും മനസ്സിലാവില്ലെന്നില്ല ചേച്ചി. ടീച്ചറിനോട് പറഞ്ഞാൽ ടീച്ചർ പറയും വീട്ടിൽ ചെന്നിരുന്ന് വായിച്ചു നോക്കുന്നത്. അതായത് ഇപ്പം ഞാനാണെങ്കിൽ ജൂൺ 1 ഞാൻ ക്ലാസ് തുടങ്ങിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് അന്ന് ജൂൺ 1 ക്ലാസ്സിൽ പോയിട്ട് വന്നിട്ടുണ്ടെന്ന്, ചേച്ചി ഞങ്ങളെ ഒന്നും പഠിപ്പിച്ചില്ല ചേച്ചി, ചേച്ചി ഞങ്ങളെ എന്തെങ്കിലും പഠിപ്പിക്കുമോ? ഞാൻ പഠിപ്പിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇന്നലെ എനിക്ക് ഹോംവർക്ക് തന്നില്ലേ, ആ സാധനം ടീച്ചർ എൻ്റെ ബുക്കിൽ നോക്കി മറ്റുള്ള പിള്ളേർക്ക് പറഞ്ഞു കൊടുത്തു. ടീച്ചർ എനിക്ക് പറഞ്ഞു, അതായത് പിള്ളേരെ പഠിപ്പിച്ചില്ല, പിള്ളേരുടെ അടുത്ത് അവൻ്റെ അടുത്ത് പറഞ്ഞു, എടാ അർജുൻ്റെ ബുക്ക് നോക്കി എഴുതിക്കോ, അർജുനെ അവനൊന്ന് പറഞ്ഞു കൊടുക്കുമോ എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന്. അപ്പം അവൻ പറയുന്നു പഠിപ്പിക്കുന്നില്ല ചേച്ചി. പിന്നെ ആണെങ്കിൽ ഒറ്റയടിക്ക് ഇംഗ്ലീഷൊക്കെ എന്ന് വെച്ചാൽ ഒറ്റയടിക്ക് പറഞ്ഞങ്ങ് പോവുക. എന്താ ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ ഒറ്റയടിക്ക് മീനിങ് ഒന്നും പറഞ്ഞു കൊടുക്കില്ല, പറഞ്ഞു കൊടുക്കാതെ വായിച്ചു വിടും. എന്നിട്ട് പറയും വീട്ടിൽ പോയി നോക്കും, എന്നിട്ട് ഹോംവർക്കും കൊടുത്തു വിടും. അപ്പോൾ ഇപ്പം മാത്സിൻ്റെ ഒക്കെ ആണെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ടീച്ചർ പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല, ചേച്ചി പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി, അങ്ങനെയാണ്. പിന്നെ എക്സാമിനൊക്കെ ആണെങ്കിൽ പറഞ്ഞു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചില സ്കൂളുകളിൽ കുറച്ചൊന്ന് നോക്കേണ്ടതായിട്ട് വരും. അപ്പം ഈ പഠിപ്പുരയിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല കാര്യം. പിന്നെ ഇപ്പം യൂട്യൂബിൽ മനോരമയിലൊക്കെ നന്നായിട്ട് പഠിപ്പുരയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഈ സാധനം വായിച്ചു നോക്കിയെങ്കിൽ നല്ല. കാരണം ഞാനിത് പേരൊന്നും കേട്ടിട്ടില്ല, എനിക്ക് ഓർമ്മ പോലും ഇല്ല ഇതൊക്കെ ഉണ്ടോ, എനിക്ക് ഓർമ്മയില്ലതെന്ന്. ഓക്കെ, ഇനി നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോകാം. നമ്മുടെ സമയം വളരെ കൂടുതലായി. സ്പോർട്സിലെ മെയിൻ ആയിട്ടുള്ള ന്യൂസ് ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരമാണ്. അപ്പം ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 4 മത്സര പരമ്പരയിൽ 3-ാം T20 ഇന്ന് സെഞ്ചുറിയിൽ നടക്കും. ഇന്ത്യൻ സമയം രാത്രി 8:30-ക്കാണ് മത്സരം. അപ്പൊ ആദ്യ മത്സരത്തിൽ ഇന്ത്യ 61 റൺസിന് ജയിച്ചിരുന്നു. രണ്ടാം മത്സരത്തിൽ ആതിഥേയർ
3 വിക്കറ്റ് ജയിച്ച് പരമ്പര 1-1 സമനിലയിലായിരുന്നു. അപ്പം 4 മത്സരമാണ് മുഴുവൻ ടോട്ടൽ ഉള്ളത്. അപ്പം അതിൽ ആദ്യത്തെ മത്സരം ഇന്ത്യയാണ് ജയിച്ചത്, രണ്ടാമത്തേത് ദക്ഷിണാഫ്രിക്ക ജയിച്ചു. അപ്പം ഇപ്പം സമനിലയിലാണ് നിൽക്കുന്നത്. അപ്പം ഇന്നായിരിക്കും മൂന്നാമത്തെ മത്സരം നടക്കുന്നത്. ഇന്ത്യൻ സമയം 8:30-ക്കാണ് മത്സരം നടക്കുന്നത്. മലയാളി താരം സഞ്ജു സാംസന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ മികവിലാണ് ടർബനിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയത്. തുടർച്ചയായ 2 T20കളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി ചരിത്രം കുറിച്ച സഞ്ജു 50 പന്തുകളിൽ 7 ഫോറുകളും 10 സിക്സുകളും അകമ്പടിയോടെ 107 റൺസാണ് നേടിയത്. അപ്പം സെഞ്ചുറി മെയിനായിട്ട് അതായത് ഇത് കാണുന്നില്ലല്ലോ സെഞ്ചുറി ആദ്യം തുടർച്ചയായി 2 T20കളിൽ സെഞ്ചുറി നേടുന്ന, അതായത് തുടർച്ചയായി 2 T20കളിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ടാണ് സഞ്ജു സാംസൺ റെക്കോർഡ് കുറിച്ചത്. അപ്പോൾ 50 പന്തുകളിൽ 7 ഫോറുകളും 10 സിക്സുകളും നേടി 107 റൺസാണ് സഞ്ജു നേടിയത്. എന്നാൽ രണ്ടാം മത്സരത്തിൽ സഞ്ജു ഡക്കയോടെ ഇന്ത്യയെ പതറി. അപ്പൊ ഇന്ന് എന്താണെങ്കിലും മൂന്നാമത്തെ മത്സരം നടക്കുകയാണ്. അപ്പൊ ഇന്ത്യ ജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. അതെ. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നു. പരുക്ക് മൂലം 1 വർഷത്തോളമായി രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിട്ടുനിന്ന പേസർ മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നു. ഇന്ന് ഇൻഡോറിൽ ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി മത്സരത്തിൽ മധ്യപ്രദേശിനെതിരെ ബംഗാളിനു വേണ്ടി ഷമി കളിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ ഏകദിന ലോകകപ്പിന് പിന്നാലെയാണ് കാൽക്കുഴയ്ക്ക് ഏറ്റ പരുക്ക് മൂലം ഷമി ടീമിന് പുറത്തായത്. പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 34-കാരൻ പേസർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ബംഗളൂരുവിലെ BCCI സെന്റർ ഫോർ എക്സലൻസിൽ പരിശീലനത്തിലായിരുന്നു. അപ്പം എന്തായാലും ആരാധകർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കാം, എനിക്കറിയില്ല. മുഹമ്മദ് ഷമി എന്തായാലും തിരിച്ചെത്തുകയാണ്. പരിക്ക് മാറി എന്തായാലും അദ്ദേഹം തിരിച്ചെത്തുന്നു. പിന്നൊരു വാർത്ത എന്ന് വെച്ചാൽ പന്ത് കളിക്കാൻ എന്ത് പ്രായം, അതായത് പന്ത് കളിക്കാൻ പ്രായമൊന്നും വേണ്ട എന്നാണ് നമ്മുടെ കസുയോഷി മിയുറ എന്ന് പറയുന്ന ആൾ തെളിയിച്ചിരിക്കുന്നത്. 58-ാമത്തെ വയസ്സിലും കളി തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ ഫുട്ബോളിലെ ഏറ്റവും പ്രായമേറിയ താരം എന്ന ഖ്യാതിയുള്ള ജപ്പാൻകാരൻ കസുയോഷി മിയുറ അടുത്ത സീസണിലും കളി തുടരും. അടുത്ത ഫെബ്രുവരിയിൽ 58 വയസ്സ് തികയുന്ന ഫോർവേഡ് മിയുറ സുസുക ക്ലബ്ബുമായി പുതിയ കരാർ ഒപ്പുവെക്കുമെന്ന് ജാപ്പനീസ് ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. പ്രൊഫഷണൽ കരിയറിൽ മിയുറയുടെ 40-ാം സീസണായിരിക്കും അത്. 90കളിൽ ജപ്പാൻ ദേശീയ ടീമിനു വേണ്ടി 89 കളിൽ 55 ഗോളുകൾ നേടിയ മിയുറ ക്ലബ്ബ് കരിയറിൽ 16 ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. അപ്പം എന്തായാലും അദ്ദേഹം 58-ാമത്തെ വയസ്സിലും കളി തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു 25 വയസ്സൊക്കെ ഒന്ന് നിവർന്ന് നിൽക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് നടുവേദന അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ, ആ ആളാണ് 58-ാമത്തെ വയസ്സിലെ ആള്. അവിടെ റൊണാൾഡോയെ കൊണ്ടുവന്നു. അപ്പൊ എന്തായാലും പ്രായം ഒരു പരിധിയല്ല എന്ന് തെളിയിച്ചിരിക്കുന്നതാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പം ഏകദേശം നമ്മള് സ്പോർട്സിൽ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ രഞ്ജി കേരളം ഇന്ന് ഹരിയാനയ്ക്കെതിരെ, അതാണ് പിന്നുള്ളത്. ട്രോഫി ടൂർണമെന്റ് 5-ാം മത്സരത്തിനായിട്ട് കേരളം ഇന്ന് ഇറങ്ങും. അപ്പം ഏകദേശം അത്യാവശ്യം എല്ലാം ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ സമയം പരിമിതി, അതുകൊണ്ട് തന്നെ ഞങ്ങൾ തൽക്കാലം ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. ബൈ.